ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വിറ്റോക്സ്. വിറ്റോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് സ്വാഗതം നാർഷാക്ക, വിഷ്ണു. നമസ്കാരം. താങ്ക് യു. നമ്മൾ വിറ്റോക്സ് ഞങ്ങളുടെ പോഡ്കാസ്റ്റിന്റെ പേരാണ്. വിറ്റ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ പേരാണ്. ഞങ്ങൾ സ്റ്റാൻഡപ്പ് കോമിക്സിന്റെ ഗ്രൂപ്പാണ് വിറ്റ്. അറിയാം, വലിയ മുഖങ്ങളുണ്ട്, എല്ലാവരും വലിയ മുഖങ്ങളാണ്. അത് കുറച്ചും കൂടി എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ പറഞ്ഞ പോലെ മഴവിൽ മനോരമയില് ഞാൻ എനിക്കൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയണമല്ലോ. മനോരമയിൽ ഞാൻ ഈ പരിപാടി ചെയ്തു തുടങ്ങിയിട്ട് ഒരു ബമ്പർ അടിച്ചു. ഓക്കെ, ആദ്യത്തെ ആണല്ലോ ഭാഗ്യം. രണ്ടാമത്തെ അടിച്ചപ്പോൾ ആൾക്കാർ കുഴപ്പമില്ല, ഇവന്റെ എന്തൊക്കെയോ ഉണ്ട് എന്ന് വിചാരിച്ചു. അപ്പൊ എനിക്കും ഇത് പറ്റണ പരിപാടിയാണ്. അങ്ങനെ ഞാൻ മൂന്നാമത് പെർഫോം ചെയ്തപ്പോൾ അവിടെ ഒരു 5000 രൂപ അടിച്ചു. അതാണ് നേരത്തെ ഏറ്റവും താഴെയുള്ളത്. അപ്പൊ എനിക്കൊരു പിടുത്തം കിട്ടാണ്ടായി. ഇത് എന്താണ്, ഞാൻ തമാശ എന്ന് വിചാരിക്കുന്ന സാധനം വർക്കാവണില്ല, എനിക്കിത് ഓക്കെ ആയിട്ട് തോന്നി, സെറ്റാണല്ലോ എന്നൊക്കെ തോന്നി. ഞാൻ ആ സമയത്ത് എനിക്ക് ഇനി ഇത് സ്റ്റേജ് ചെയ്യണതിനുള്ള കോൺഫിഡൻസ് ഒക്കെ പോയി. ഞാൻ വിചാരിച്ചു വല്ല യൂട്യൂബിൽ ചെയ്തിട്ടായിരുന്നു, അത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലേക്ക് നിൽക്കണം. പക്ഷെ മനോരമയിൽ അങ്ങനെ ഒരു പരിപാടിയിൽ നമ്മൾ അത്യാവശ്യം ഇതാവുണ്ടെങ്കിൽ അവർ ചെറിയൊരു പ്രഷർ ഇട്ടിട്ടുണ്ട്. ജോണെ വന്ന് ചെയ്യുക, അടുത്ത് ചെയ്യുക, എന്നിട്ട് അവർ സബ്ജക്റ്റ് ഒക്കെ തരും, നീ ഇത് ചെയ്ത് നോക്കി, അത് ചെയ്ത് നോക്കി. എനിക്ക് ഒരെണ്ണത്തിൽ വർക്ക് ചെയ്ത വേറെ എവിടെയെങ്കിലൊക്കെ പോകും. അവസാനം 4ാമത്തെ ഒരു സംഭവം ചെയ്യാൻ വന്നതാണ് ഞാൻ. എനിക്കപ്പോൾ ശരിക്കും ഇതിന്റെ ഒരു ആദ്യത്തെ ചെയ്തപ്പോൾ എനിക്കൊരു ടെൻഷനും ഇല്ല. കാര്യം എന്താ വെച്ചാൽ ഒന്നും അറിയണ്ട ചെയ്യണം. രണ്ടാമത്തെയും കുഴപ്പമില്ല. പക്ഷെ ഈ 5 അടിച്ചതിന് ശേഷം ഫുള്ള് ഞാൻ ഇതിലായിരുന്നു കൺസേൺ. അതെ, ഇത് എന്താണ് വർക്കാവാത്തതെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ പെർഫോം ചെയ്യാൻ വേണ്ടി കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ അന്നത്തെ ഗസ്റ്റ് നാദൃഷിക്കായിരുന്നു. അന്ന് അവിടെ ഇക്കാനെ പുറത്ത് വെച്ച് കണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിതിൽ നിന്റെ പരിപാടി ഞാൻ കണ്ടിട്ട് നിൽക്കാൻ പറഞ്ഞു. കുറച്ച് കോൺഫിഡൻസ് രമേശന്റെ പരിപാടിയിൽ കണ്ടിട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ അതിൽ പെർഫോമൻസ് ഞാൻ കുറേ കൂടി ഫ്രീ ആയിട്ട് ചെയ്തു. അതിന് ഇക്കായിരുന്നു ഗോൾഡൻ ബസർ അടിച്ചു, 1,00,000 രൂപ ആ പരിപാടിയിൽ അടിച്ചു. അത് എന്റെ ഭയങ്കര അന്ന് എനിക്ക് തരാൻ പറഞ്ഞ 25,000 ഇപ്പോഴും അല്ല. അതെ, അന്ന് എൻ്റെ അടുത്ത് ഓഫർ 25,000 ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ ടേണിംഗ് പോയിന്റ്. ഞാൻ സിനിമയിൽ ഒരാളെ പറ്റിച്ചിട്ടുണ്ട്. അല്ലേ, 1,00,000 അടിച്ചിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്ന് ഇവൻ അറിഞ്ഞിട്ടില്ല നാർഷക്കാണെന്ന്. വിചാരിച്ചെങ്കിൽ വിഷ്ണു മാത്രമാണ് മുങ്ങി നടക്കുകയായിരുന്നു. അത് മാത്രല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ചെറിയ സ്കൂൾ ടൈമിൽ തന്നെ ഓർമ്മയിലേറ്റവും ഒരു ഇതാണ് ഈ ദൈമാവേലി കുമ്പത്ത് എന്ന് പറഞ്ഞ സംഭവം. എന്റെ അപ്പൻ റെഗുലർ ആയിട്ട് ഈ കാസറ്റ് മേടിച്ചുകൊണ്ട് അപ്പന്റെ പ്രായമാണ് ഇരിക്കണേന്ന് പറയണേന്റെ ഒരു വളച്ചുകെട്ട് ഇത്രേ ഉള്ളൂ. അപ്പൻ സ്കൂളിൽ പോയപ്പോഴാണ് ഫസ്റ്റ് ഇറങ്ങിയത്. ആ സമയത്ത് അപ്പം അത് ഇങ്ങനെ പറഞ്ഞ് റൂട്ട് ഇതിലെ കൊണ്ടുവന്നാണ്. ശരിക്കും സ്ട്രെയിറ്റ് പറയാൻ പറ്റുമല്ലോ, ശരിക്കും അതെ. അല്ല, അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പൊ ഇക്കന്ന് ഗസ്റ്റായി വന്നപ്പോഴും ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ സ്കൂളിൽ പോയിട്ട് കഥ പറയണ പോലെ പറയണ സാധനമല്ലേ ദേമാവേലി കൊമ്പത്തിന്റെ ആ ഒരു സംഭവത്തില് പറയാ. പിന്നെ ഞങ്ങള് ക്ലാസ്സിലെ ടീച്ചർമാരും ഇവരെയൊക്കെ വെച്ചിട്ട് തന്നെ ഇതുപോലത്തെ എന്തെങ്കിലും സാധനം പിള്ളേരുടെ ഇടയിൽ ഇന്റർവെല്ലിന് പറയും. അപ്പൊ ചിലപ്പോ എനിക്കൊരു സ്ക്രിപ്റ്റിങ്ങിന്റെയും അത് പറഞ്ഞു തുടങ്ങാൻ കാരണക്കാരൻ ആക്ച്വലി ദേമാവലി കൊമ്പത്ത് കണ്ടെത്തുക അല്ലേ. അപ്പൊ ഒരു ഏകലവ്യനായിരിക്കണം. ഇക്കടെ കാസറ്റ് കേട്ടാണ് തുടങ്ങിയത്. വേറെ കാര്യം, മറ്റേ 25,000 നിൽക്കില്ലട്ടോ. അല്ല, സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അല്ലെങ്കിൽ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മളുടെ സാന്നിധ്യം അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നേക്കുന്ന കലാകാരന്മാർ രക്ഷപ്പെട്ടിട്ട് അവർ നമ്മളുടെ പേര് പറയാൻ കാരണം ചിലപ്പോൾ നമ്മൾ ഓർക്കണ പോലും ഉണ്ടാവില്ല നമ്മൾ. പക്ഷെ അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളും ഉണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഒരിക്കലും മനഃപൂർവ്വം ആരെയും നമ്മൾ ബൂസ്റ്റ് ചെയ്ത് അയാളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊണ്ടുവരണമല്ല. ആക്ച്വലി അവർക്ക് എല്ലാവർക്കും നല്ല കഴിവുണ്ടായിട്ട് തന്നെയാണ് അവരെല്ലാം കയറി വന്നിരിക്കുന്നത്. അല്ലാണ്ട് അവർ കയറി വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ആദ്യ കാലങ്ങളിൽ ഒരു സ്റ്റെപ്പിൽ കയറുമ്പോൾ എടാ ഒന്ന് കൈ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് അതുണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരും അധ്വാനം കൊണ്ട് അവർ രക്ഷപ്പെട്ടു പോകുമ്പോൾ അത് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കലാരംഗത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു പേര് രാധാകൃഷ്ണൻ അങ്ങനെ നോക്കുമ്പോൾ. കാരണം ഇതിന്റെ പല കാര്യങ്ങളുടെയും തല തൊട്ടപ്പൻ എന്നൊക്കെ പറയുന്ന ലെവൽ ഓഫ് സാധനങ്ങൾ തുടങ്ങി വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ ടീമാണ്. തലതൊട്ടപ്പൻ വീണ്ടും ഏജിലേക്ക് തന്നെ ഉണ്ടാവുന്നത്. തലയിട്ട് ഇപ്പൊ തലതൊട്ടപ്പനാവും, കുറച്ച് കഴിയുമ്പോണ്ടല്ലോ തലതൊട്ട് അപ്പൂപ്പനായി. തലതൊട്ട് അവിടെ തുടങ്ങി നമ്മളിപ്പോ ഇന്നത്തെ നിൽക്കുന്നത് മാജിക് മഷ്റൂമിലാണ്. നാളെ റിലീസായിരിക്കും മാജിക് മഷ്റൂം. അതെ. അപ്പോൾ അതിന്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ ശരിയായിരിക്കും. നമ്മൾ പോഡ്കാസ്റ്റിൽ ഇരിക്കുമ്പോൾ ഒരു സബ്ജക്ട് എന്തെങ്കിലും കാണും. നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് മാജിക് മഷ്റൂമാണ്. ഓക്കെ, മാജിക് മഷ്റൂം ഷൂട്ട് ചെയ്ത് കൊടൈക്കനാലാണ്. ഷൂട്ട് ചെയ്ത് കൊടൈക്കനാലാണ്. ശരിക്കും എങ്ങനെയാണ് പേര്? എന്താണ് പേര്? ശരിക്കും ആ പേരിന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന അർത്ഥമുണ്ടോ അതിന്? അല്ല, മാജിക് മഷ്റൂംസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും പ്രത്യേകിച്ച് യൂത്തിന് അറിയാവുന്നതാണ്.
അതിൻ്റെ ലഹരി എന്താണെന്ന് അറിയാവുന്നതാണ്. അപ്പോൾ അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. പക്ഷെ നമ്മുടെ മാജിക് മഷ്റൂം സിനിമയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഇത് കഥാപരമായിട്ടുള്ളൊരു ലഹരി, അല്ലെങ്കിൽ സിനിമ കണ്ടിറങ്ങുന്നവർക്ക് ഇപ്പോൾ പലരും പറയുന്നുണ്ട് മാജിക് മഷ്റൂംസ് എന്ന് പറയുന്ന സംഭവം അടിക്കുമ്പോൾ വേറൊരു വിഷ്വൽസ് അല്ലെങ്കിൽ അവർ വേറെ ലെവൽ ആണ് കാണുന്നത്. ഇതിലെ കഥാപാത്രങ്ങൾ അവരുടെ ലൈഫിൽ അവർ കാണുന്ന, പ്രത്യേകിച്ച് ഹീറോ അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവർ കാണുന്ന പല കാഴ്ചകളുണ്ട്. ആ കാഴ്ചകൾ നമ്മൾ കാണുന്ന കാഴ്ചകളല്ല. സാധാരണക്കാരൻ കാണുന്ന കാഴ്ചകൾക്കപ്പുറമുള്ള കാഴ്ചപ്പാടും വിഷ്വൽ ആയിട്ട് അവർക്ക് ട്രീറ്റും ചെയ്യുന്നതും അവരങ്ങനെയാണ്, നായികയും നായകനും. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഫീലാണ് മാജിക് മഷ്റൂം അടിച്ച ഫീല്. എന്തോ സൈഫൈ അപ്പോൾ അല്ല, വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. വളരെ രസകരമായിട്ടുള്ള അങ്ങനെയുള്ള 2 പേരുടെ കഥ പറയുമ്പോൾ, സാധാരണ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആദർശ എന്ന് പറയുന്ന കോംബോ കട്ടപ്പനയിൽ ഋതിക് റോഷന് ശേഷം അതാണ് ബാധ്യത. ആ ഒരു കോംബോ പിന്നെ വരുമ്പോൾ ആ സിനിമ കണ്ടവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായതാണ്. അന്നത്തെ കാലത്ത് നോട്ട് നിരോധനത്തിൻ്റെ പിറ്റേ ആഴ്ച റിലീസ് ചെയ്ത സിനിമയാണ്. എന്നിട്ടും കോടികൾ അടിച്ച് ഹിറ്റായ ഒരു കൊച്ചു സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കി ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ച എന്ന് പറഞ്ഞിട്ട് ആ ടീം വരുമ്പോൾ പ്രതീക്ഷിക്കുന്നൊരു ഹ്യൂമറുണ്ട്. അത് ദൈവാനുഗ്രഹം കൊണ്ട് ഈ സിനിമയിൽ തീർച്ചയായിട്ടും ഉണ്ട്. വിഷ്ണു ഒരു ബാധ്യതയാണെന്നൊക്കെ പറഞ്ഞില്ലേ? ഞാൻ ബാധ്യതയല്ല. അല്ല, ആ സിനിമയുടെ വിജയം ശരിക്കും പറഞ്ഞ ഒരു ഭാരമാണ്. സെയിം ഇപ്പം ഇക്കയുടെ ഒരു പടത്തിൽ പിന്നെയും എന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കട്ടപ്പനയുടെ പോലെ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ വരുമല്ലോ. ഒരിക്കലും കട്ടപ്പന പോലെ അല്ല ഈ സിനിമ. അത് വേറൊരു സിനിമ, ഇത് വേറൊരു സിനിമ തന്നെയാണ്. എൻ്റയർലി ഡിഫറെൻറ്റ് പരിപാടിയാണ്. ബട്ട് സ്റ്റിൽ അതിനൊരു ഒരു ഫ്ലേവർ ഇതിലുണ്ട്. ഒന്നാമത് ഇതൊരു ഇടുക്കി പടമാണ്. പിന്നെ ഈ ഇത്രയും വർഷത്തെ വ്യത്യാസം സിനിമയുടെ സ്ക്രിപ്റ്റിങ്ങിലും അതുണ്ട്. ഇപ്പോൾ ഓഡിയൻസിൻ്റെ ടേസ്റ്റിലാണെങ്കിലും നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകളിലൊക്കെ ആണെങ്കിലും വന്നേക്കണ മാറ്റം അത് ഈ സിനിമയുടെ വളർച്ചയിലും ഉണ്ട്. അങ്ങനത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു സിനിമ തന്നെയാണ്. ഇതിൻ്റെ റൈറ്റർ പുതിയൊരാളാണ്, ആകാശ് ദേവ് എന്ന് പറഞ്ഞിട്ട്. അതെ, കൊച്ചുപയ്യന. അവൻ എഴുതുമ്പോൾ അവൻ്റെ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ ചിന്തിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട്. അതിൽ നമുക്കും പഠിക്കാനുണ്ട്. നമുക്ക് പഠിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ എൻ്റെ തൊട്ട് താഴെ ഉള്ള ഏജ് ഗ്രൂപ്പ്, അതിൻ്റെ താഴെയാണ് മറ്റേത്. അപ്പോൾ എല്ലാ വിഭാഗത്തിലുള്ളവർക്കും. എത്ര വയസ്സുണ്ട് ആർക്ക്? ആകാശ് ദേവിന്. ആകാശ് ദേവൻ എനിക്ക് 47 നിങ്ങളുടെ തൊട്ട് താഴെ അതിന് താഴെ ഞാനൊരു ജെൻസി ഇല്ല, അവന് 20 സംതിങ് 20+ അത്രേ ഉള്ളൂ. അത് ശരിക്കും മനഃപൂർവ്വമായ ചോയ്സ് ആയിരുന്നു. അതായത് ഇപ്പോഴത്തെ ട്രെൻഡിനോട് അത് അങ്ങനെയല്ല. അദ്ദേഹം കൊണ്ടുവന്ന സംഭവം അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ സുഹൃത്തുക്കളുണ്ട്. ഒരു ബെൽറ്റ് ഉണ്ട്. ഇവർ ഒരു 5-6 പേരടങ്ങുന്ന ഒരു ടീമുണ്ട്. എല്ലാം ഇടുക്കിക്കാരാണ്. എല്ലാം നല്ല കക്ഷികളാണ്. ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഞങ്ങൾ മാവേലി കൊമ്പത്തൊക്കെ ചെയ്തിരുന്ന സമയത്ത് ദിലീപ്, ആദർശ, സലീംകുമാർ, ഹരിശ്രീ അശോകൻ ചേട്ടൻ, കലാഭവൻ മണി, കോട്ടയം നസീർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ടീം, പവർ ടീം, അങ്ങനത്തെ ഒരു ടീം അവരുടെ കൂടെ ഉണ്ട്. അവരെല്ലാവരും കൂടി അവരുടെ കാഴ്ചപ്പാട് എല്ലാവർക്കും മനസ്സിൽ സിനിമയാണ്. ഇവനാണെങ്കിൽ ആകാശാണെങ്കിൽ നമ്മുടെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ LJPയുടെ ക്ലാസ്സാണ്. ആ സ്കൂളിൽ നിന്നുള്ള 3 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ നിന്ന് വന്ന കക്ഷിയാണ്. അപ്പോൾ പുള്ളീനെ പിടിച്ച് ഞങ്ങളുടെ ലെവലിലേക്ക് നമ്മൾ താഴ്ത്തി കൊണ്ടുവന്നു. അതിന് കുറച്ച് പാടുപെട്ടത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ 2 പേരും ഇടയിൽ കിടന്ന് മെഴുകാൻ പറ്റുന്ന തരത്തിലേക്ക് അവിടെ നമ്മൾ എത്തിച്ചു. അത് കൊണ്ടുവന്ന മാജിക് മഷ്റൂം അതല്ല, ഈ സ്ക്രിപ്റ്റ് ശരിക്കും ഹ്യൂമർ ആയിരുന്നു, അതോ നിങ്ങളാണോ ഹ്യൂമർ ആക്കിയത്? അങ്ങനെയല്ല, അതിൻ്റെ അകത്ത് ഹ്യൂമർ ഫ്ലേവർ ഉള്ള നല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് വായിക്കുക നമ്മുടെ സ്റ്റാൻഡേർഡ് ഹ്യൂമർ ഇതിൽ കയറ്റി അത് നശിപ്പിച്ചോന്നാണ് ഉദ്ദേശിച്ചത്. ഇല്ല, ഇടിച്ച് കയറ്റിയിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് വ്യത്യസ്തമായിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞാൽ. നല്ല ഒരു എന്താ പറയുക, നമ്മളുടെ കാഴ്ചപ്പാട് ആ ഒരു ജനറേഷനും അല്ലെങ്കിൽ അവരുടെ ഒരു പാറ്റേണും നമ്മളുടെ പാറ്റേണും രണ്ടും വേണമല്ലോ. രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ബ്ലെൻഡ് തന്നെയാണ്. ബ്ലെൻഡ് ഉണ്ട്. പിന്നെ ഇതിലെ സിറ്റുവേഷനുകളാണ് ഈ സിനിമയിലെ ഹ്യൂമർ. എപ്പോഴും അങ്ങനെയാണ്, സിറ്റുവേഷണൽ ഹ്യൂമറുകളാണ് എപ്പോഴും അല്ലേ. നമ്മൾ സിനിമകളിൽ കാണുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഫീൽ ചെയ്യണം. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഈ സിനിമയിൽ ഒരുപാടുണ്ട്. നമ്മുടെ അവസ്ഥ, ഒരാളുടെ ഒരവസ്ഥയാണ് ശരി. ഇപ്പം ഞാൻ പറയട്ടെ, കുട്ടേട്ടൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്നൊരു സീനുണ്ട്. കുട്ടേട്ടൻ എന്ന് പറഞ്ഞാൽ മമ്മൂക്കാട് സിനിമ.
അതിൽ മമ്മൂക്ക ഒരു സ്ഥലത്ത് ഒരു സീൻ കഴിഞ്ഞിട്ട് തകർന്ന് തരിപ്പണമായിട്ട് ഇതിങ്ങനെ ഭയങ്കര വിഷമിച്ച് കണ്ണ് നിറഞ്ഞിങ്ങനെ ഇരിക്കുന്നൊരു സ്ഥലത്തുണ്ട്, ഒരു കസേരപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. അത് സെപ്പറേറ്റ് സീനായിട്ട് കട്ട് ചെയ്തിട്ടാണെങ്കിൽ ആരെങ്കിലും ഒരു കൂട്ടുകാരൻ്റെയോ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ മരണം കേട്ടിട്ടോ അല്ലെങ്കിൽ അവൻ്റെ ഇത് കേട്ടിട്ട് അതിനെ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന സ്ഥലത്ത് ജനം തിയേറ്ററിൽ ഭയങ്കര ചിരിയായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു പുള്ളി ഇങ്ങനെ തകർന്നിരിക്കുന്ന ഒരു ഷോട്ട് വന്നത്. അപ്പം അങ്ങനത്തെ ഹ്യൂമർ ഇപ്പോൾ നമ്മൾ അമരക്ബരം തോണിയിൽ അവരെ എല്ലാം ഇടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് പുറത്തിറങ്ങിയിട്ട് അവസാനം അങ്ങനെ നിന്ന് പാടുന്ന പ്രതികാരം നാളെ ചെയ്തു. അത് സിറ്റുവേഷൻ ഹ്യൂമറാണ്, അതുപോലത്തെ ഹ്യൂമറുള്ളത്. ഇത് സ്ക്രിപ്റ്റ് ശരിക്കും ഞാൻ ചെയ്യുന്നത് വിഷ്ണു റൈറ്ററാണല്ലോ. ഇപ്പോൾ വിഷ്ണു നിങ്ങൾ ആദ്യം മീറ്റ് ചെയ്യുന്നത് റൈറ്റിംഗ് ലെവലിലായിരുന്നു. ശരിക്കും സ്ക്രിപ്റ്റിനകത്തിരുന്ന് നമുക്കിത് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ഇമ്പ്രവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കോമഡി ഹ്യൂമറാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിങ്ങനെ നമുക്ക് അതിങ്ങനെ തമാശയാക്കുക, അങ്ങനെ മനഃപൂർവ്വമായിട്ട് തമാശകൾ ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുക. ആ 2 സിനിമയ്ക്ക് അതുണ്ടായിരുന്നു. അതായത് അതിലെന്ന് പറഞ്ഞാൽ അതിൽ പിന്നീട് നമ്മളൊന്നും അങ്ങനെ അഡീഷണൽ വന്നിട്ടില്ല. ഒരു മാക്സിമം ഒരു 2% വന്നിട്ടുണ്ടാവുള്ളൂ. കാരണം അത് പ്രീ പ്രൊഡക്ഷനിൽ ഞങ്ങൾ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റിങ്ങിൽ. അത് വീണ്ടും ഇരുന്നിരുന്ന് കേട്ടുമൊക്കെ ഇരുന്ന് ഫൈനൽ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്തതിന് ശേഷം പിന്നെ അഡീഷൻ അങ്ങനെ വന്നിട്ടില്ല. ചെറിയ തിങ്സ് ഒക്കെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ മറ്റേ ഊഞ്ഞാല് സീനിൽ ഒരു ബോൾ തന്നെ സാധനം ഊഞ്ഞാല് ഫസ്റ്റ് വരുമ്പോൾ ആളുണ്ട്, രണ്ടാമത് വരുമ്പോൾ ആളില്ല എന്നൊക്കെ ഉള്ള സ്ക്രിപ്റ്റിലുള്ള. പക്ഷെ ഒരു ഫുട്ബോൾ കളി അവിടെ അന്നേരം സെപ്പറേറ്റ് ആഡ് ചെയ്തതാണ്. ലൊക്കേഷനിൽ വന്നപ്പോൾ അത് ഡയറക്ടറുടെ ഒരു നമ്മൾ അവിടെ ചെന്നപ്പോൾ കുറേ പിള്ളേർ അവിടെ പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു സിംഗിൾ ഷോട്ടിൽ തന്നെ വന്നു പോകാമെന്ന് പറയുന്ന ഈ ഊഞ്ഞാലിങ്ങനെ വന്ന് ഇങ്ങനെ പോകുമ്പോൾ ഇവർ രണ്ടുപേരോട് ഇന്ന് സംസാരിക്കണം. അപ്പോൾ ഈ ഊഞ്ഞാലിലാടുന്ന ആളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേളിൽ വന്ന് ഫ്രെയിമിൽ നിന്ന് ഔട്ട് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഇവർ ഫേസ് ടു ഫേസ് സംസാരിക്കണമെങ്കിൽ അതിനൊരു ഹൈറ്റ് വേണം. അതിനൊരു ഓട്ടോറിക്ഷ വന്നിട്ട് ആ ഓട്ടോറിക്ഷയുടെ മേളിൽ ആണ് ഇവൻ്റെ പ്ലേസ്മെൻറ്റ്. ഇവിടെ വന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് അങ്ങനെ അതൊരു സ്റ്റഡി ഷോട്ടായിരുന്നു. എന്നിട്ട് ആ മിസ്സിങ്ങിൽ പെട്ടെന്ന് ചിരിച്ചു. അത് കഴിഞ്ഞ് ഈ ഊഞ്ഞാൽ മാത്രം വന്ന് പോന്നു കഴിയുമ്പോൾ ഇയാളവിടെ പോയി നോക്കുമ്പോൾ നമ്മുടെ മറ്റേ ബോള് ആയിട്ട് ഒരു ബോളായിട്ട് പോകണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പുള്ളി ഒന്ന് വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് വരാൻ പറ്റുന്ന ഇത് കണ്ടില്ലേ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം, ചിലപ്പോൾ അഡ്മിറ്റ് ആവേണ്ടി വരും. ഞാനത് എടുത്ത് ചോദിക്കാൻ കാര്യം, അതായത് ഇപ്പം ഇപ്പോഴത്തെ ജെൻസി ട്രെൻഡിൽ ഇൻസ്റ്റയിൽ വൈറലായിട്ട് ഓടുന്ന കാര്യങ്ങൾ മെറ്റാ റെഫറൻസുകളൊക്കെ റീസെൻ്റ്ലി മാജിക് മഷ്റൂമിൻ്റെ എല്ലാ പ്രൊമോ ഔട്ടിങ്സിലും ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ആദ്യം ഇറക്കിയ ടീസറിനകത്ത് മറ്റേ ആ ജോമു പിള്ളേരുടെ വൈറലായ അത്, പിന്നെ ഈ ലാസ്റ്റ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഇതിന് റീലിനകത്ത് ബസ്സിലെ ഇഷ്യൂ, അതൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞാൽ അതൊക്കെ എങ്ങനെയാണ് ഈ പെട്ടെന്ന് കറക്റ്റ് ടൈമിങ്ങിൽ നിങ്ങൾക്കൊന്ന് സെറ്റായി വരുന്നത്? പണ്ട് ഞങ്ങളുടെ കാസറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തലേ ദിവസം ഉണ്ടാകുന്ന പേപ്പറിൽ അല്ലെങ്കിൽ ഞങ്ങൾ കാസറ്റ് റെക്കോർഡ് ചെയ്യാൻ പോകുന്ന ദിവസമില്ലേ, ആ ദിവസം കൂടി പത്രത്തിൽ നോക്കിയിട്ട് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് നോക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ ദൈവാനുഗ്രഹിച്ചിട്ട് ഈ സിനിമയിൽ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു പോയി അതിൻ്റെ 2 മാസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ബാക്കി പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ അന്ന് ഇടിച്ചു കയറ്റലല്ല. അങ്ങനത്തെ ഇൻസിഡന്റ് ഉണ്ടാവുന്നു. അത് നമ്മുടെ പടത്തിലെ സീനുമായിട്ട് മാച്ച് ആണ്. അപ്പോൾ നമ്മൾ എടുത്ത് ടീച്ചറാക്കിയെന്നുള്ളൂ. അതെടുത്ത് നമ്മൾ വെറുതെ കട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമ്മളുടെ ഇവിടുന്ന് തൊട്ട് നമുക്ക് പറ്റുന്നൊരു ടീച്ചറായി കിട്ടും. അല്ല, ഈ സെയിം നമ്മളെ കട്ടപ്പനയിലുണ്ടായൊരു സീനുണ്ട്. ഞാനും ധർമ്മേട്ടനും കൂടി ഇവിടെ പ്രയാഗയുടെ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് അവളുടെ കൂടെ പോകാൻ വേണ്ടി വരാൻ നേരത്ത് ധർമ്മേട്ടൻ്റെ അടുത്ത് ഷിനിലേട്ട് വേറൊരാൾ വന്നിട്ട് 1000 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടാന്ന് ചോദിക്കും. അപ്പോൾ ധർമ്മേട്ടൻ കണ്ണ് നിറഞ്ഞിട്ട് എന്നെ കണ്ട 1000 രൂപയൊക്കെ കയ്യിലുള്ള ആളായിട്ട് തോന്നുന്നു എന്ന് ചോദിക്കും. നമ്മൾ പുള്ളിയുടെ ദാരിദ്ര്യത്തിൽ അതിനെയാണ് ഇവരായിട്ട് ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ എല്ലാം കഴിഞ്ഞ് നമ്മൾ ക്യൂബിൽ അപ്ലോഡ് ചെയ്തു പടം, അപ്പോഴാണ് നോട്ട് നിരോധിക്കുന്നത്. മനസ്സിലായ? പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് പടം വരുമ്പോൾ ആളുകൾക്ക് ഈ 1000 രൂപയുടെ നോട്ട് വെച്ചുള്ള കോമഡി ഇങ്ങനെ ഇവർ ആലോചിക്കണത്. മനസ്സിലായ? അതിന് വേറൊരു മാനം കിട്ടി. ഇതിന് നമ്മളുടെ കൂടെ ഞങ്ങളോട് കൂടെ ഈ പറയുന്ന പോലെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കട്ടപ്പനയിൽ ഋതിക് റോഷൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യേണ്ടത് എനിക്കിപ്പോഴും ഓർമ്മയുള്ളത്, ബാക്കി സിനിമയുടെ റിലീസിങ് ഡേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ, എന്നുള്ള കാര്യം പറയാം. പക്ഷേ അതൊരു നവംബർ 11-ാം തീയതിയാണ് നമ്മൾ സിനിമ റിലീസ് ചെയ്യുന്നത് വെച്ചത്. നവംബർ 8-ാം തീയതി നോട്ട് നിരോധിക്കുക. നവംബർ 8-ാം തീയതി നോട്ട് നിരോധിച്ച് 11-ാം തീയതി സിനിമ റിലീസ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും മറ്റേ ഇതിൻ്റെ മുമ്പിൽ നോട്ട്
ചില്ലറ കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ദിലീപാണ് പടത്തിൻ്റെ പ്രൊഡ്യൂസർ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്ന, ഇതിന് മുമ്പ് വേറെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് 2 ബാനർ പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു സ്റ്റിൽ എടുത്ത് വെച്ചാൽ നമ്മൾ തിരിച്ചു വന്ന് എടുത്തതാ. എടുത്തിട്ട് അതിന് 2 പേരുടെ ബോർഡ് പിടിച്ചിട്ടുണ്ട്. ഈ ചില ചില്ലറ പ്രശ്നങ്ങൾ കൊണ്ട് ഈ പടം ഒരാഴ്ചത്തേക്ക് നീട്ടി വെച്ചിരിക്കുന്നു. ചില്ലറ ഇങ്ങനെ എന്നിട്ട് 18-ാം തീയതി റിലീസ് ചെയ്ത്. അപ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അത് ഈ പണ്ട് തൊട്ട് വരുന്ന മിമിക്രിയിൽ നിന്നുള്ള ഇത് കിട്ടിയ ഗുണമാണ്. സ്പോട്ടിൽ നമ്മളെല്ലാവരും ഇപ്പം നിങ്ങൾ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ടക്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ പ്രയോഗിക്കൂലേ, അതിൽ പേടിയില്ല. ആ പേടിയില്ലായ്മ നമുക്കുണ്ട്. കാരണം ടക്ക് എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് ഇവിടെ ചെയ്യടാ എന്ന് പറയുന്നൊരു വിശ്വാസം. അപ്പോൾ അത് ചെയ്താൽ ശരിയാവും. ചെയ്തല്ല എന്തെന്ന് സംഭവിക്കണം, ആൾക്കാർക്ക് ഇത് ചിരിക്കാനായിട്ടുള്ള സാധനമാണെങ്കിൽ അതിന് കറക്റ്റ് പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഓക്കെയാണ്. അതല്ലാത്ത സ്ഥലത്ത് ചിലപ്പോൾ തട്ട് കിട്ടും, ഈച്ച് കിട്ടിയ തട്ട് കിട്ടും. നിങ്ങൾ ശരിക്കും അത് ചെയ്ത് കണ്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്ത് വർക്കാക്കിയതിൻ്റെ ധൈര്യത്തിലായി ഇപ്പോഴും ആൾക്കാരത് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഞാൻ കോമഡി നമ്മൾ സിനിമ കാണുന്നതോടൊപ്പം തന്നെ അന്ന് പോപ്പുലർ ആയിരുന്ന കാസറ്റ് സംസ്കാരം ഉണ്ടല്ലോ, വീഡിയോ കാസറ്റ് എന്ന് പറഞ്ഞ സ്റ്റേജ് ഷോസ്, വീഡിയോ കാസറ്റ് വരുന്നതും പിന്നെ ഇപ്പം പാരഡി കാസറ്റുകൾ, ഇതെല്ലാം കേട്ട് തന്നെയാണ് ഞങ്ങളും വളർന്നത്. നമ്മുടെ എന്റർടൈൻമെന്റ് ഉപാധികളിൽ ഇത് അടുക്കി സിനിമ, കാസറ്റ്, ഓഡിയോ കാസറ്റ്, വീഡിയോ കാസറ്റ് തന്നെയാണ് സിനിമ ഉപാധി. അപ്പം അതെല്ലാം നമ്മുടെ മനസ്സിനെയും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും. ശരിക്കും ഇന്നത്തെ കാലത്ത് അത് വരുമ്പം ഇപ്പോൾ ഭയങ്കര റെസ്ട്രിക്ഷൻ ആണെന്നൊരു വെപ്പുണ്ടല്ലോ. തോമാശയ്ക്കും പല കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ നമ്മള് സ്റ്റാൻഡപ്പില് ഞാനൊക്കെ ഈ സംഭവം ചെയ്യുമ്പോൾ കുറെയൊക്കെ വീട്ടുകാര് കണക്ട് ചെയ്ത് ഈ സാധനങ്ങളെ പറയണേ. അപ്പൊ ഇവരൊരു 4 കണ്ടു കഴിയുമ്പോ പറയും നിങ്ങൾക്ക് വീട്ടുകാരെ പറ്റിയില്ലാണ്ട് നേരെന്ന് പറയില്ല, അമ്മ അപ്പൻ എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തെറിവിളി തുടങ്ങും. അപ്പൊ നമുക്ക് എന്തിനെ പറ്റിയാ ചെയ്യണ്ടേ, എങ്ങനെയാ ഇന്ന് എനിക്ക് തോന്നുന്നത് കുറെ കൂടി ഭയങ്കര അല്ല, ഇപ്പോൾ സ്ട്രിക്റ്റാണ്, ഭയങ്കര. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ SFI കാൻഡിഡേറ്റ്, SFIയുടെ ആള്. അപ്പോൾ KSU SFI എന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര മത്സരമൊക്കെ ഞാൻ തോറ്റുപോയി, എനിക്ക് വോട്ടൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഓപ്പോസിറ്റ് ജയിച്ച് ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്കാണ് ഞാൻ മത്സരിച്ചത്. എൻ്റെ ഓപ്പോസിറ്റ് നിന്നത് ആൻ്റണി എന്ന് പറഞ്ഞ അവനാണ് ജയിച്ചത്, ആർട്സ് ക്ലബ് സെക്രട്ടറി ചെയ്ത്. പക്ഷേ എനിക്ക് സ്റ്റേജ് അവിടെ ചെയർമാനും എല്ലാം KSU ആയി. പക്ഷേ അവർ വിചാരിച്ചെങ്കിൽ എനിക്ക് ആ കലാരംഗത്ത് അവരെന്നെ ബ്ലോക്ക് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് ആ കോളേജിൽ എനിക്ക് ഒരു പാട്ട് പാടുന്നോ അല്ലെങ്കിൽ മിമിക്രി കാണിക്കുന്നോ എനിക്ക് അവസരം കിട്ടില്ല. പക്ഷെ അവർ എല്ലാ പ്രോഗ്രാമിനും എന്നെ പാടാനും എന്ത് മിമിക്രിക്കും എല്ലാത്തിനും എനിക്ക് സ്റ്റേജ് തന്നു. അതിന് ആ ഒരു ക്രെഡിറ്റ് ഉണ്ടായില്ല. ഭയങ്കര വലിയ പോയിന്റ് ആയിട്ടോ അതിനകത്ത്. ഭയങ്കര കാര്യമാണ്. അതായത് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കിഷ്ടമില്ലാത്ത ഒരാള്, അയാൾ ഒരു തരത്തിലും നമ്മുടെ ഐഡിയോളജിയുമായിട്ട് ഒക്കാത്ത ഒരാള് എന്ത് ചെയ്താലും, ഈ ഐഡിയോളജിയിൽ മാത്രമല്ല അയാൾ ഏത് മേഖലയിൽ എന്ത് ചെയ്താലും നമ്മൾ തടയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ശരിക്കും. അത് ഭയങ്കര പ്രശ്നമാണ്. അന്ന് അടിപൊളിയായിട്ട് എല്ലാ നേതാക്കന്മാരും കളിയാക്കിയായിരുന്നു. അതല്ലേ ഈ നയനാർ സഖാവിൻ്റെ എൻ്റെ ഭരണകാലത്തും കരുണാകരൻ സാറിൻ്റെ ഭരണകാലത്തും ഒക്കെ ഉള്ള കൃത്യമായിട്ട് നമ്മളുടെ ഈ കാസറ്റിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും പല രാഷ്ട്രീയമാണ്. അബി ഒരു വേറെ രാഷ്ട്രീയം, ഷിയാസ്, ഞാൻ, ദിലീപ്, ഞങ്ങളൊക്കെ പലതും പല ഒരു 15-20 പേരുണ്ട് എല്ലാം. ഈ 20 പേർക്കും ഒരു 5-6 രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരാണ് എല്ലാവരും. പക്ഷെ എല്ലാവരും കൂടി ഈ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഇതിൽ രാഷ്ട്രീയം മറന്നിട്ട് ആരെ കളിയാക്കാൻ പറ്റുന്നു അതിനൊക്കെ നമ്മൾ ട്രോള് അന്നത്തെ ട്രോളാണ്. ആ ട്രോള് എല്ലാവരും ചെയ്യാണ്. അതിനിപ്പോൾ അന്നത്തെ അതിലെ അജണ്ട എന്ന് പറഞ്ഞാൽ തമാശ ഉണ്ടാവുക, ആളുകൾ ചിരിപ്പിക്കുക, ഇത് മാത്രം. അതാണ് ഫസ്റ്റ് മോട്ടീവ്. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒളിച്ചു കടത്തലുകൾ, അജണ്ട, രാഷ്ട്രീയം, ആ പരിപാടി അല്ലേ, അതങ്ങനെ ഒരു ഫോക്കസ് ഇല്ല. ഒളിച്ചു കടത്തലും പറയും അതിന്റെ അകത്ത് പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടി അപ്പുറത്തെ പാർട്ടിയുടെ ഒരു ഇത് പറഞ്ഞ ഇവര് നീ ഇവനല്ലേടാ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ശരിക്ക് മുസ്ലിയാർ മൊല്ലാക്ക ക്യാരക്ടർ അബി ചെയ്യുന്ന, പിന്നെ പൂജാരി, പിന്നെ നമ്പൂരി, പള്ളിയിലച്ഛൻ, അങ്ങനെയൊക്കെ കഥാപാത്രങ്ങൾ, ഇന്നസെൻ്റ് ഏട്ടൻ പള്ളിയിലച്ഛനായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു സ്കിറ്റും കാര്യങ്ങളൊക്കെയാണ് ദിലീപ് ചെയ്തിരുന്നത്. അബി കാക്ക, ആമിന താത്തയും വീരാനിക്കയും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും കൊല വിളിക്കുന്നതാണ്. അതിൽ മതവും ഇതൊന്നുമില്ല അതിൽ. പക്ഷെ അതിനൊക്കെ എല്ലാവരും ഭയങ്കര ചിരിയും കാര്യം. ഇപ്പം നമ്മൾ പറയുമ്പോൾ പേടിക്കണം.
ഭയങ്കര ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ പറയുന്ന ആൾ ഏത് മതസ്ഥനാണെന്ന് നോക്കും ആദ്യം. അയാളുടെ രാഷ്ട്രീയ ചായ്വ് നോക്കും. അയാളുടെ രാഷ്ട്രീയ ചായ്വ് നോക്കും, അതെല്ലാം നോക്കും. അതനുസരിച്ചാണ് അതിനെ ചിരിക്കണോ വേണ്ടോ എന്ന് പോലും ആൾക്കാർ തീരുമാനിക്കുന്നത്. അതെ. ഈ പറയുന്ന നാദർഷ പറയുകയാണെങ്കിൽ നാദർഷയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കളിയാക്കിക്കോ, പക്ഷെ മറ്റ് ആളെ കളിയാക്കാൻ അതിനാണ് നിങ്ങൾ രണ്ടുപേരും ജോയിൻ ചെയ്തത്. എല്ലാവരും വിഷ്ണുവായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കളിയാക്കാം, മറ്റേ ഇപ്പുറത്തേക്കും കളിയാക്കിയാൽ വിഷ്ണു ഇവരറിയും എന്ന് പറയുന്ന തരത്തിലുള്ള ഇതിലേക്ക് പോവുകയാണ് ഇപ്പോൾ. ഈ ക്രിയേറ്റീവ് സൈഡിൽ അതേപോലെ നമ്മൾ ലിമിറ്റഡ് ആവുന്നത് പോലെ തന്നെ ആസ്വാദനത്തിന് അങ്ങനെ ബാധിക്കും. ഇതൊക്കെ തലയിൽ വെച്ചിട്ട് എങ്ങനെ ഇത് കാണാതിരിക്കണേന്ന് ആലോചിക്കുന്നത്. അതായത് ഒരു സാധനം കാണുമ്പോ ഒരു ഫ്രീ ആയിട്ടിരുന്നല്ല കാണുന്നത്. ഒരു സാധനം ആദ്യം ട്രിഗർ ചെയ്യുന്നത് അതിനെയാ. ഇവൻ എന്ത് ഇതിനല്ലേ പറഞ്ഞോണ്ടിരിക്കണേ, എങ്ങനെയാണ് ആൾക്കാർ ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനം. എങ്ങനെ ഇതൊന്നും മാറ്റണം, നല്ല അടി മേടിക്കേണ്ടി വരുന്നു എല്ലാവരും. അല്ലെങ്കിൽ റിസ്കിനിടയ്ക്ക് നിങ്ങൾ എങ്ങനെ എഴുതുന്നത്? അല്ലെങ്കിൽ ഇത്രയും റിസ്ക് നിങ്ങളെ എഴുതുമ്പോൾ ബാധിക്കാറുണ്ടോ? നിങ്ങൾ എഴുതുമ്പോൾ ഇതിങ്ങനെ പോകും അത് നമ്മൾ കൺസേൺ ഉണ്ടാവും, ഭയങ്കരമായിട്ട് കൺസേൺ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ 1000 ചിന്തയ്ക്ക് ശേഷം നമുക്ക് എന്തെങ്കിലും ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഇത് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരാൻ നേരത്ത് അതേ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ വെച്ചില്ലേ, അത് ചിലപ്പോൾ ഇതുമായിട്ട് ചേർത്ത് ചിലപ്പോൾ ഇതിങ്ങനെ വരാൻ സാധ്യതയുണ്ട്, എന്നാൽ അത് ഒഴിവാക്കുക. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടി വരുവാ. കാരണം നമ്മൾ മനസ്സാവാതെ അറിയാത്ത കാര്യത്തിനായിരിക്കും നമ്മൾ ഇതാവണം. സിനിമയിൽ സ്ട്രോങ് സബ്ജക്റ്റുകൾ ചെയ്യാനായിട്ട്, അതായത് പണ്ട് ചെയ്തിരുന്ന പോലത്തെ ഉള്ള സിനിമകൾ വരാനായിട്ടുള്ള സാധ്യത, കഥാപരമായിട്ടേ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയണമെങ്കിൽ ഇനിയിപ്പോൾ പേടിക്കണം. സന്ദേശം അതൊന്നും നടക്കൂലേ? നടക്കില്ല. അല്ലാതെ ഇങ്ങനെ ഈ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഉദ്ദേശം തന്നെ അതല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇങ്ങനെ കലാകാരന്മാർ ഇങ്ങനെ തുറന്നു പറയുന്ന ആൾക്കാർ രണ്ടാമത് ചിന്തിക്കണം എന്നുള്ളത് അത്രയ്ക്കൊന്നും അവര് ചിന്തിക്കേണ്ടത് ശരിക്കും എല്ലാ നല്ല പാർട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ആര് ചീത്ത പറഞ്ഞാൽ റീച്ച് കിട്ടും, ആ റീച്ചിന് അവർക്ക് കാശ് കിട്ടും. അത് വരുന്നതാണ് ഇതിനെല്ലാത്തിനും പ്രശ്നമാക്കുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പറയട്ടെ, ഒരു സിനിമയെ കുറിച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും കലാരൂപത്തിനെ കുറിച്ചിട്ടാണെങ്കിലും പോസിറ്റീവ് പറയുന്ന ഒരു സാധനത്തിന് ആർക്കും കാണാൻ താല്പര്യമില്ല, ഓടില്ല. അതുകൊണ്ട് ഈ നെഗറ്റീവ് പറയുന്നത്, അത് നല്ല കണ്ടൻ്റ് ആണെങ്കിൽ പോലും അതിനെ കയറി നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ റീച്ചും ഇല്ല, അവന് കാശ് കിട്ടും. അതിപ്പോ ഈ പോസിറ്റീവ് പറയുന്ന സാധനത്തിനായാലും അതിന്റെ ഹെഡിങ് ഇടുമ്പോ അതിനൊരു നെഗറ്റീവ് ഇടേണ്ടി വരും. സാധനം ആള് പറഞ്ഞു തന്നിട്ടുള്ള ഇതായിരിക്കും, പക്ഷെ അതിൽ ക്ലിക്ക് വരണമെങ്കിൽ ഞാൻ ചെയ്തത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല നമ്മൾ അങ്ങനെ ചില ഇത് ഹെഡിങ് കണ്ടിട്ടേ, ഇപ്പം നമ്മളൊരു പടത്തിൻ്റെ ഇതാണ് റിവ്യൂ ആണെങ്കിൽ പോലും ഹെഡിങ് കാണുമ്പോഴത്തേക്കും ഈയിടെ ഇവൻ എന്താ പറഞ്ഞേക്കണേന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ തുറന്നു നോക്കുമ്പോൾ ചിലപ്പോൾ മോശമൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ആ ഹെഡിങ് കാണുമ്പോൾ ആൾക്കാരെത്താൻ അതാ വേണ്ടെന്ന് അവർക്കും അറിയാം. അല്ല, പണ്ട് ജയറാമേട്ടൻ അനുഭവിച്ചിട്ടുണ്ടൊരു സാധനം. ജയറാമേട്ടൻ എന്തോ കാര്യത്തിന് പണ്ട് അത് അന്ന് സോഷ്യൽ മീഡിയ അല്ല, പത്രമാണ്. ജയറാമേട്ടൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ പറഞ്ഞ് സത്യമാഷിൻ്റെ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പറഞ്ഞ് സീനിയോറിറ്റി കാര്യങ്ങൾ പറയുമ്പോൾ അല്ല, അന്ന് സത്യമാഷ് അഭിനയിച്ചുകൊണ്ടിരുന്ന തരത്തിൽ വളരെ നാച്ചുറലായിട്ടുള്ള അഭിനയമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. പക്ഷെ അതിപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്നുണ്ട് വളരെ നാച്ചുറലായിട്ട് തന്നെ, അദ്ദേഹത്തിൻ്റെ മീറ്ററിൽ ആ ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് സത്യമാഷൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു പ്രത്യേകതമായിട്ട് എടുത്ത് പറയില്ല, അവരുടെ കൂടെ തന്നെ നാച്ചുറലായിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്ത് പോവുള്ളൂ എന്നെന്ത് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ അതിനൊരു പ്രത്യേകത ഫീൽ ചെയ്യില്ല എന്നെന്ത് പറഞ്ഞു. ഇതിൽ വന്നതെന്നറിയോ, സത്യനൊരു തേങ്ങയുമല്ല. ക്യാപ്ഷൻ അതായിരുന്നു. അല്ല, ഞാൻ മറ്റേ ഇവള് റിമി ടോമി ഞാനും കൂടി കൈരളി ചാനലിൽ ഡും PPP എന്ന് പറയുന്നൊരു പരിപാടി, അതിന് റിമി കഴിഞ്ഞിട്ട് പിന്നെ രഞ്ജി ന്യൂസാണ് അത് അവതരിപ്പിച്ചത്. അപ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ 2 പേരും കൂടിയല്ലേ, അത് ഹിറ്റായി ആ പരിപാടി. അപ്പോൾ ഒരു പത്രത്തിൽ വന്നേക്കുന്നത്, പത്രത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, സൺഡേ സപ്ലിമെൻറ്റിൽ വന്നേക്കാണ് ഇതിന്. അപ്പോൾ ഞാനൊക്കെ കാത്തിരിക്കുകയാണ് പിറ്റത്തെ സൺഡേ സപ്ലിമെൻറ്റിൽ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നാദർഷയുടെ ഡുണ്ടും റിമി ടോമിയുടെ PPP. ക്യാപ്ഷൻ അതാണ്, ഡുണ്ടും PPP എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്.
എങ്ങനെയാണ് വിഷ്ണു വിഷ്ണു ചാനൽ ശരിക്കും നാഷാക്കുള്ള പോലെ വിഷ്ണുവിന് ചാനലിന്റെ വലിയൊരു ബാക്ക് വർക്ക് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇല്ല ഇല്ല ചാനലായിട്ട് വലിയ ചാനൽ ഹോസ്റ്റിംഗ് അല്ലാതെ ബാക്ക് റൈറ്റിംഗ് ഇല്ലായിരുന്നു. ഇല്ല. ഞാൻ നൗഫലിക്കയുടെ 2-3 പ്രോഗ്രാമിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നൗഫലിക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് സൂര്യ ടി-വിയിൽ. ബിബിനാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ തമ്മിൽ ബിബിനും വിഷ്ണുവും കമ്പൈൻ ആവുന്നത് ഈ ചാനലിന്റെ കണക്ഷൻ? ഇല്ല, ഞങ്ങള് ചെറുപ്പത്തിലെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ബിബിൻ്റെ നാട്ടിലുള്ള ഒരു അമ്പലത്തിലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ പഠിക്കുന്ന ശ്രീനാഥ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ മിമിക്രി ചെയ്യുന്ന ആൾക്കാർ ഞാനും ശ്രീനാഥും ഒക്കെ. ശ്രീനാഥിൻ്റെ അമ്പലത്തിലെ ഉത്സവത്തിന് പരിപാടിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്റ്റാർ മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എന്നെ അവൻ ഉത്സവത്തിന് അവിടെ 6ാം ക്ലാസ്സിലാ? 6-ല്. 5ാം ക്ലാസ് തുടങ്ങി സ്റ്റാറാണ് സ്കൂളിൽ. അപ്പൊ ശ്രീനാഥിൻ്റെ അടുത്ത് ഫസ്റ്റ് പടം അഭിനയിച്ചത് അത് +1 പഠിക്കുമ്പോഴാണ്. അന്ന് കണ്ടു കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിൻ്റെ അത്രേ ഉള്ളൂ. പക്ഷെ അല്ല, അപ്പം അന്ന് ഈ ശ്രീനാഥിൻ്റെ അച്ഛൻ എന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനോടൊക്കെ പറഞ്ഞിട്ടൊക്കെ കൊണ്ടുപോകണം. കാരണം കാക്കനാട് വരെ പോകണ്ടേ. എന്നിട്ട് അവിടെ ചെന്നപ്പോഴാണ് ശ്രീനാഥ് പറയണത് ഇവിടെ ഒരുത്തനുണ്ട് എൻ്റെ വേറൊരു കൂട്ടുകാരൻ ബിബിൻ എന്ന് പറഞ്ഞിട്ട്, നമ്മൾ 3 പേരും കൂടിയിട്ട് നമുക്ക് മിമിക്രി ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ചെന്ന് ബിബിനെ കാണുന്നത് ആദ്യമായിട്ട് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ. അവൻ ഡക്കായിട്ട് ഔട്ടാവുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ കുറെ മിമിക്രി പിന്നെ ഞങ്ങൾ പലപ്പോഴായിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ യൂത്ത് ഫെസ്റ്റിവലുകളിൽ വെച്ച് കാണും. ഞാൻ എറണാകുളം സബ് ജില്ല, അവര് ബിബിനൊക്കെ ആലുവ സബ് ജില്ലയാണ്. അപ്പൊ സബ് ജില്ലാ മത്സരത്തിന് വെച്ച് കണ്ടുമുട്ടും. അപ്പൊ അവിടെ എന്നെ കാണുമ്പോ തന്നെ അവിടെ വന്നാണ്. അപ്പൊ എനിക്ക് നിങ്ങൾ തമ്മിൽ മത്സരിച്ചിട്ടുണ്ടോ? ഞങ്ങൾ എല്ലാ വർഷവും മത്സരിക്കുമായിരുന്നു. തമ്മില് അപ്പൊ എനിക്കായിരുന്നു എല്ലാ വർഷവും ഫസ്റ്റ്. അവന്റെ അടുത്താണ് ഇപ്പൊ ഇന്റർവ്യൂ അവൻ പറയാം എനിക്കായിരുന്നു. ഇല്ല, അവൻ എത്രയോ ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കണത്. അല്ല, എല്ലാ വർഷവും എനിക്കാണ്. +2 വരെ അങ്ങനെ തന്നെ. പിന്നെ അത് കഴിഞ്ഞ് മഹാരാഷ്ട്രയിൽ കോളേജിൽ ചെന്നപ്പോ കോളേജിലെ മത്സരത്തിൽ ബിബിനായിരുന്നു ഫസ്റ്റ്. അപ്പൊ അതോടുകൂടി ഇനി നിർത്താട്ടോ നമുക്കിനി, കാരണം ഞാൻ അടുത്ത തവണ മത്സരിച്ച പിന്നെ എങ്ങനെ ഞാൻ ജയിച്ചാലോ എന്നുള്ളൊരു സാധനം വെച്ചിട്ട് ആണെന്നാണ് എൻ്റെ ഒരു അവകാശവാദം. ഇനി മത്സരിക്കേണ്ട അയാൾ തീരുമാനിച്ചു. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ നൗഫൽക്കട പ്രോഗ്രാമിൽ വർക്ക് ചെയ്ത രസികരാജയിലൊക്കെ ബിബിൻ എഴുതിയിട്ടുണ്ട്, അതിൽ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ നൗഫൽക്കട ഡയറക്ട് ചെയ്ത വേറെ ഒരു മ്യൂസിക്കൽ പരിപാടിയൊക്കെ ഉണ്ടായി. അപ്പൊ അതിലൊക്കെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നൗഫൽക്കട കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ബിബിൻ അന്നേരം ഏഷ്യാനെറ്റിൽ ബഡായി ബംഗ്ലാവിൽ എഴുതുന്നുണ്ട്. ആ സമയത്താണ് ഇക്കടുത്ത് ഇങ്ങനെ കഥ പറയണ കാര്യം. ഷാജോണാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, ഇക്ക മറ്റേ ബിബിൻ്റെ വിഷ്ണുവിൻ്റെ അടുത്തൊരു സബ്ജക്റ്റ് ഉണ്ട്, ഇക്ക ഒന്ന് കേട്ട് നോക്കുന്നു. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഇവർ പറഞ്ഞത് ദിലീപേട്ടന് പറ്റിയ സബ്ജക്റ്റ് അല്ല, അത് കുഴപ്പമില്ല, നിങ്ങൾ കേട്ട് നോക്കട്ടെ. അല്ല, അന്ന് നമുക്കുള്ള ഒരു പിക്ചർ അതാണല്ലോ. നാദിർഷ എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ അവിടെ എന്തായാലും ചെയ്യുള്ളൂ, അങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു പിക്ചർ. ഇക്കത് കേട്ട് ഇക്കൊക്കെ ഭ്രാന്തായിട്ട് ഇങ്ങനെ. അപ്പൊ ബിബിന് ഇത് പറഞ്ഞപ്പോ തന്നെ ഇക്ക തിരിച്ചു കൂടായി. എന്താ ദിലീപിന് മാത്രമേ അല്ല, ഞാൻ ഏകദേശം ഒരു 10-12 വർഷമായിട്ട് ഞാനും വിചാരിച്ചിരുന്ന ദിലീപും വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുമിച്ചൊരു പടം എന്ന് പറഞ്ഞിട്ട്. ഇത് അങ്ങോട്ട് ഓണാകുന്നില്ല. ഓണാകാന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നല്ല സബ്ജക്റ്റ് വരണം. അപ്പോൾ നല്ല സബ്ജക്റ്റ് ദിലീപിൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു, നല്ല സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ നല്ല സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പലയിടത്തും ചോദിക്കുമ്പോൾ അവരെല്ലാവരും തിരക്കുള്ള എഴുത്തുകാരാണ്. അപ്പോൾ ദിലീപിന് പറ്റിയ സബ്ജക്റ്റ്, ദിലീപിന് അത്ര കോൺഫിഡൻസ് ഉള്ള റൈറ്റേഴ്സിനെ ആണ് വേണം. അവരുടെ അടുത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ അവർക്ക് എന്നെ അത്ര വലിയ കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അത് ഇങ്ങനെ തെന്നി ടെസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ വേറെ ആരാണ് അതിനിടയിൽ ആരോ പറഞ്ഞതിൻ്റെ അടുത്ത് 6 മുതൽ 60 വരെ എന്നുള്ളൊരു ടൈറ്റിൽ ആരാണത് ചെയ്യാൻ വേണം? നമ്മുടെ ഒരു സൗഹൃദങ്ങളിലുള്ള ആരോ ഒരു ഡയറക്ടർ, എനിക്കാണ് ജോണി ആൻ്റണി എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ പേര് 6 മുതൽ 60 വരെ എന്നാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ കണ്ടപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ ബൈ ആ ടൈറ്റിൽ എനിക്കാണ് കേട്ടോ 6 മുതൽ 60 വരെ. അപ്പോൾ എന്തുപറ്റി? അല്ല, അത് ഞാൻ രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ എൻ്റെ അടുത്ത പടത്തിന്. ഇല്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വേണത് അത് എൻ്റെ പടത്തിന് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ അത് നിങ്ങളങ്ങനെ പറഞ്ഞത് അങ്ങനെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ അതല്ല, അത് എനിക്കാണ് ആപ്റ്റ്. കാരണം ഞാൻ 6ാം വയസ്സ് തൊട്ട് ഞാനിത് പടം ചെയ്യാൻ നടക്കണം. ഇപ്പോൾ 60 ഇതാണ് ടൈറ്റിൽ. അങ്ങനെ പറഞ്ഞിട്ട് ഒരു കോമഡിയൊക്കെ ആ സമയത്ത്
ചെയ്തതാണ്. പക്ഷേ അതിന് അപ്പോഴാണ് ഇവർ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് സബ്ജക്റ്റ് ഉണ്ട്. നിങ്ങൾ കഥ പറഞ്ഞു ദിലീപേട്ടനല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കഥ പറഞ്ഞു. ഇവല്ല അല്ലാന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ എനിക്ക് വേറെ കഥ ചെയ്തുകൂടെ എന്ന് പറഞ്ഞ് ഇക്ക ചൂടായെന്ന് പറഞ്ഞിട്ട് ബിബിനെ എന്നെ വിളിച്ച് പറയാം. കാരണം ഇക്ക ബെഡായി ബംഗ്ലാവിൻ്റെ അവിടെ മുകേഷ് ഏട്ടൻ ഒരു അമേരിക്കൻ ഷോയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി ഇക്ക വന്നേക്കണേ. അപ്പോഴാണ് ബിബിനെ കാണുന്നത്. ബിബിനെ കണ്ടപ്പോൾ ഇക്കയുടെ ഷാജോൺ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അല്ല ദിലീപേട്ടൻ പറ്റിയതല്ല, അതിനെന്താ ഞാൻ കേൾക്കാൻ നിൽക്കുക പറഞ്ഞു. അപ്പോൾ ബിബിനെ എന്നെ വിളിച്ച് എടാ രാവിലെ ജിസ്മോൻ ചേട്ടൻ ഉണ്ടായിരുന്നു ഒരു എപ്പിസോഡിൽ, പുള്ളിയും കഥ കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം തന്നെ ആദർശിക്ക് കഥ കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ഞാൻ കേൾക്കൊന്നും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. പുള്ളിയുടെ അടുത്ത് മാവേലി കൊമ്പത്തിന് വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് ബിബിന് എഴുതി ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കാൻ വേണ്ടി ഒരിക്കൽ പോയിട്ടുണ്ട്. അന്ന് ഞാൻ വന്നിട്ടുണ്ട് കൂടെ ഫ്ലാറ്റില്. അത് കൊടുക്കാൻ അല്ല ഇതുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇക്ക പറയണത്. അല്ല ബിബിൻ വരുന്നു ഭയങ്കര കോൺഫിഡൻസ്. ബിബിൻ ഇങ്ങനെയാണല്ലോ ആറ്റിറ്റ്യൂഡ്. ഇക്ക ഇത് ഞാൻ എന്താണ് ഇത് നമ്മൾ ഓണത്തിന് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ഒരു 1.5 മാസം എടുത്തിട്ടല്ലേ. ഞാൻ കഴിഞ്ഞ വർഷം നിങ്ങളുടെ മാവേലി കൊമ്പത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കൊല്ലം വരെ ഇരുന്നിട്ട് ഞാൻ ഈ കൊല്ലത്തെ മാവേലി കൊമ്പത്ത് നമ്മൾ മാവേലി കൊമ്പത്ത് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു ഫസ്റ്റിൽ തന്നെ മാവേലി അവിടെ ഇങ്ങനെ ഒരു സാധനം വരുന്നു, ഇങ്ങനെ വരുന്നു, അതിൻ്റെ പാട്ട് ഇവിടെ ഒരു പാട്ടിൻ്റെ പ്ലേ. അപ്പോൾ പാട്ട് എഴുതുന്ന പാരഡി എഴുതുന്ന ആൾ ഞാനല്ല. ഇവിടെ ഈ സിറ്റുവേഷനിലേക്ക് ഒരു പാരഡി വരും. അത് കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് 8 പാട്ട് അവസാനം നമ്മളൊരു സാധനം ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടെ പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തും. എങ്ങനെയുണ്ട്? അത് നല്ല സാധനമാണ്, ഉപ്പനാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യല്ലേ, നമ്മൾ ഇല്ലട ഞാൻ മാവേലി കൊമ്പത്ത് ചെയ്യൽ നിർത്തി. ആ വർഷമാണ് ഞാൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച് വെച്ചേക്കുന്ന വർഷമാണ് ഇവരെ കൊണ്ടുവന്നത്. അതോടുകൂടി ഇവൻ തകർന്ന് തരിപ്പണമായി പോയ ഒരു ചരിത്രമുണ്ട്. അതാണ് ഇവർ ധൈര്യമായിട്ട് കൊണ്ടുവന്നത്. ഞാൻ ചെയ്യില്ലെന്നോ അപ്പം ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഇക്കാലത്തൊന്ന് പറഞ്ഞു നോക്കാം. അപ്പം പറയാനും ഒരു ഇതാവും, റിഹേഴ്സലും ആവും. എന്നിട്ട് ജിസ്മോൻ ഞാൻ അടുത്ത് പോവാം. ജിസ്മോൻ ഞാൻ ഓൾറെഡി ഒരു പടം ചെയ്തു, ഹിറ്റായിട്ടൊക്കെ നിൽക്കുവാണ്. പുള്ളിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇക്ക ചിലപ്പോൾ വേറൊരു സ്റ്റൈലായിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത്. കാരണം മാവേലി കൊമ്പത്തിലെ പോലത്തെ ഹ്യൂമർ ഒന്നും അല്ല നമ്മുടെ കയ്യിലുള്ളത്. ഇത് ചിലപ്പോൾ പുള്ളിക്ക് മനസ്സിലായില്ലെങ്കിലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെയുള്ള അവരെയാണ് ഇങ്ങനെ ഒരുത്തനെയാണ് ഞാൻ ഈ പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. കൈ പിടിച്ച് അങ്ങനെ പറഞ്ഞോണ്ടാണ് ഞങ്ങൾ ഇരുന്നത്. എന്നിട്ട് റിഹേഴ്സൽ പോലെ ഇക്ക എടുത്തോന്ന് പറഞ്ഞാൽ വളരെ അപ്ഡേറ്റഡ് ആയിക്ക ഇൻഷാല്ലാ ഇത് നമ്മൾ ചെയ്യുന്നു പറഞ്ഞാൽ എണീറ്റൊരു ഷെയ്ക്കാൻ്റെ വന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായത്. അപ്പം ഇക്ക എണീറ്റിട്ട് അവിടെ ഭയങ്കര എന്താ പറയുക, അതൊരു മൊമെൻ്റാണ്. അത് ഈ പറഞ്ഞ പോലെ ഞാനെങ്ങനെ പറഞ്ഞത് എൻ്റെ ഫസ്റ്റ് പടം അത് ഇതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഷെയ്ക്കാൻ്റെ വന്നു. അപ്പൊ ഞാനും ബിബിനും പരസ്പരം നോട്ടം നോക്കി. ഈ ദാസനും വിജയനും ഒക്കെ നോക്കണം സാധനം. ചെക്ക് തരണത് ആൽവിൻ ആന്റണി ചേട്ടനാണ്. അല്ല ഇവര് ഓക്കെ പറയുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ അമേരിക്കൻ ഷോയ്ക്ക് പോയ സമയത്ത് നമ്മുടെ ഡോക്ടർ സക്കറിയ തോമസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഷോയൊക്കെയാണ് ഞങ്ങൾ അതിന് തൊട്ടുമ്പോൾ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു സിനിമ ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ ഷോ ഡയറക്റ്റ് ചെയ്യാനല്ലോ. അപ്പോൾ അദ്ദേഹം പറയും നാഷ സിനിമ സംവിധാനം ചെയ്യണം, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ 3 ഷോ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്ത് അതൊക്കെ സക്സസ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഇത് ഈ സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ അല്ല അത് എന്നെ ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആൻ്റണി ചേട്ടന് എൻ്റെ അടുത്ത് പറയുന്നത് എടാ ആൻ്റണി ചേട്ടൻ്റെ മാനത്തെ കൊട്ടാരം ആ സമയത്തൊക്കെ അല്ല 3 മണിയാർമി മാനത്തെ കൊട്ടാരം ആ സമയത്തൊക്കെ ഉള്ള ബന്ധമൊക്കെ. അപ്പോൾ ആൻ്റണി ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞടാ ഞാൻ ഒരു പടം നിനക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറയില്ലേ ദിലീപിനെ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന സമയം. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ കറിയത്തിട്ട് വരട്ടെ. അങ്ങനെ ഈ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവിടെ അമേരിക്കയിലുള്ള ആളാണ്, ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ആൻ്റണി ചേട്ടൻ. ഞാൻ ഇവരെ രണ്ടുപേരും ബ്ലെൻഡ് ചെയ്ത് ആൻ്റണി ചേട്ടൻ്റെ വീട്ടിൻ്റെ. അപ്പോൾ നമുക്കൊരു ധൈര്യമുണ്ട്, കാരണം സിനിമ എന്താണെന്ന് സിനിമ എങ്ങനെ കൊണ്ടുപോകണം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആൻ്റണി ചേട്ടൻ. അപ്പോൾ ഡോക്ടർക്ക് ഓക്കെ. അപ്പോൾ അവർ രണ്ടുപേരും കൂടി കൂടുമ്പോൾ ഒരു വലിയ അങ്ങനെയാണ് പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ ഓണായത് സിനിമ. ഇത് ശരിക്കും നമ്മൾ കുറെ കഥകൾ കേൾക്കില്ല സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി. അപ്പോൾ ശരിക്കും നിങ്ങൾ അഭിനയിക്കാൻ പോയിട്ട് നാസിർക്കാർ നിങ്ങളെ കൺവിൻസ് ചെയ്ത് നിങ്ങൾ അഭിനയിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് രാജു ചെയ്ത അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടു. ശരിക്കും അങ്ങനെ ആയിരുന്നു? അങ്ങനെ തന്നെയാണ്. അല്ല ഞങ്ങൾ അഭിനയിക്കാൻ വേണ്ടി, അതായത് ഈ BC നൗഫൽ എന്ന് പറഞ്ഞിട്ടാണ്
നമ്മളോട് പറയണത് പുള്ളിക്ക് എന്നെ ഇഷ്ടമാണ്, ബിബിനെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ ഇഷ്ടമാണ്. അപ്പം നൗഫലിക്കാണ് പറയണത്, നിങ്ങളെ വെച്ചിട്ട് തന്നെ നിങ്ങളൊരു പടം എഴുത്, ഞാൻ ഡയറക്റ്റ് ചെയ്യാം, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പുള്ളി പറയണത്. അപ്പോഴാണ് ഞങ്ങൾ റൈറ്റേഴ്സ് ആവണത്. അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ, നമ്മൾ ഏതെങ്കിലും പടത്തിൽ അഭിനയിക്കാൻ ഇപ്പോൾ വിളി വരുമെന്ന് പറഞ്ഞ് കാത്തിങ്ങനെ ഇരിക്കണം. അപ്പോൾ പുള്ളി ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ വെച്ചിട്ട് തന്നെ എഴുതിയ സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ സാറ്റലൈറ്റിൻ്റെ ഒക്കെ ഇഷ്യൂ നടക്കുകയാണ് അന്നേരം. വെറുതെ പടം അനൗൺസ് ചെയ്ത് സാറ്റലൈറ്റുമായിട്ട് മുങ്ങിയതിൻ്റെ പേരിൽ ചാനലുകാർ ഇനി സാറ്റലൈറ്റ് കൊടുക്കൂല, പടം ഇറങ്ങിയ മാത്രമേ കൊടുക്കുള്ളൂ, ഓടിയ മാത്രമേ, അങ്ങനെയൊക്കെ ആയി. അപ്പം നൗഫലിക്കാൻ പയ്യെ എന്താ ചെയ്യാ. അപ്പോൾ ഞങ്ങൾക്ക് ആകെ സങ്കടമായി. അപ്പോഴാണ് ഞങ്ങൾ ഷാജോൻ ചേട്ടനെ അടുത്ത് കേൾപ്പിച്ചത്, ഇതെന്തെങ്കിലും നടപടിയാക്കാൻ പറ്റുമോ. ഷാജോൻ ചേട്ടൻ അന്നേരം വേറൊരു പ്രൊജക്റ്റൊക്കെ റെഡിയാക്കാനൊക്കെ ഇങ്ങനെ നടക്കണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഷാജോൻ ചേട്ടനെ കേൾപ്പിച്ചതാണ്. അപ്പോൾ ഷാജോൻ ചേട്ടൻ്റെ മനസ്സിൽ ഇത് ഉണ്ടായിരുന്നു. ഷാജോൻ ചേട്ടൻ ഇക്കടുത്ത് പറഞ്ഞ്, ഇക്ക ഇങ്ങനെ ബിബിനെ കണ്ടപ്പോൾ അത് പറഞ്ഞു, അങ്ങനെ ഇത് ഇങ്ങനെ ഓണായി. അപ്പോൾ ഇത് 2 കൊല്ലമായിട്ട് നമ്മുടെ കയ്യിൽ വെറുതെ ഇരിക്കുവാണ് സ്ക്രിപ്റ്റ്. അപ്പോൾ ഇക്ക ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റഡ് സ്ക്രിപ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഇക്കടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ ചെന്നൈക്ക് പോയി മറ്റേ പരിപാടിക്ക്, ബിബിൻ ഏഷ്യാനെറ്റിൽ ഇതിൻ്റെ ഷൂട്ടിന് പോയി. അപ്പോൾ ഇക്കയുടെ വിളി വന്നു, ഇതെന്താണ് നിങ്ങൾ ഓക്കെ പറഞ്ഞിട്ട് ആ വഴി പോയാൽ അത് ചെയ്യണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ചെയ്യൊക്കെ ഞങ്ങൾ ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് വരട്ടേന്ന് പറഞ്ഞ് ഞാൻ അവിടെ പറഞ്ഞ് ഇനി ഉണ്ടാവില്ല, ഞങ്ങൾ സിനിമ ചെയ്യാൻ പോകാൻ. ബിബിനപ്പോൾ ഇവിടെ അയങ്ങളൊക്കെ പറഞ്ഞു ഞാൻ സിനിമ ചെയ്യാൻ പോകാൻ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞങ്ങൾ അവിടെയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടാണ് പിന്നെ എടുത്ത് വന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു ഫൈൻ ട്യൂണിങ്ങിന് വേണ്ടി എഴുതാനായിട്ട് ഇരിക്കുന്നത്. അല്ല, അപ്പോൾ വന്നപ്പോഴാണ് ഇക്ക ചോദിച്ചേട്ടോ നമ്മളോട് ഇത് ആരോ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കണം. ഇല്ല, ഞങ്ങള് അത് 2 കൊല്ലം കയ്യിലിരുന്നപ്പോൾ മനസ്സിലായി നടപടിയാവില്ല. അപ്പം ഞങ്ങളായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ നമുക്കൊരു പ്രതീക്ഷ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഹീറോനെ ഇട്ടിട്ട് ബിബിന്റെ ക്യാരക്ടർ ബിബിനും എൻ്റെ ക്യാരക്ടർ ഞാനും ഒരു ഹീറോനെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇക്ക പറയുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇക്ക ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് നമ്മളെ വീട്ടുകാർ മാത്രം കേട്ടാ പോരല്ലോ. ഇതേ വാചകോട്ടെ ഇക്ക പറഞ്ഞത്. ഇപ്പൊ ഞാനും പുതിയ ആള്, നിങ്ങളും പുതിയ ആൾക്കാർ. അപ്പൊ നമ്മുടെ വീട്ടുകാർ മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ, നാട്ടുകാർ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ആക്ടേഴ്സ് വേണം ഇതിലെന്ന് പറഞ്ഞു. ഞങ്ങൾ അതെ കറക്റ്റാണ്. എന്നാലും ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ട് ഏതെങ്കിലും ഒരു മൊമെന്റ് ആരെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഒരു പണിമാറ്റ ക്യാരക്ടർ എന്നാണ് നിങ്ങൾ തന്നെ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പിന്നെ 2 പേരത്തൊക്കെ പോയിട്ടോ. അല്ല, എന്നിട്ട് ഈ പല ആർട്ടിസ്റ്റിൻ്റെ അടുത്തും പോയി നമ്മളിങ്ങനെ ഈ കഥ പറയുന്നു. പലരും അതിൽ കോമഡി, ചിലർ പറയുന്നത് അതിനകത്ത് കോമഡി ഒന്നുമില്ല എന്ന് പറയുന്നു, റിജക്റ്റ് ചെയ്യപ്പെടുന്നു, ഇങ്ങനെ പോരുന്നു. അപ്പോഴൊക്കെ അതൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഞാൻ ഫസ്റ്റ് ഡയറക്ഷൻ, എഴുത്തുകാർ പുതിയത്, ഇവരൊക്കെ എങ്ങനെ വിശ്വസിച്ചിട്ട് അവർക്ക് നിലനിൽപ്പും കൂടി അവർ സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിച്ചാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സിനിമ സംഭവിച്ചു. അതിനുശേഷം പൃഥ്വിരാജും ജയസൂര്യേന്ദ്രയത്തും കൂടി മറ്റേ ഞങ്ങൾ എവിടെ എന്നിട്ട് രാമോജി സ്റ്റുഡിയോയിലൊക്കെ പൊന്മാനെ പൂന്തേനെ ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവരെ പിരിയേറ്റാൻ വേണ്ടിയിട്ട് അടുത്തുന്നത്, എടാ ആ ഡാൻസ് കളിക്കല്ലേ രാജു കളിച്ചോണ്ടിരിക്കുക, അത് ശരിക്കും നീയാണ്, നീ ചെയ്യേണ്ട സാധനം. രാജേട്ടൻ അവിടെ വെച്ചൊരു തമാശ പറഞ്ഞിട്ട് ഞങ്ങള് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടിരിക്കട്ടോ അവിടെ റാമോജി ഫിലിം സിറ്റിയിൽ. അപ്പൊ ജ്യൂസൊക്കെ കൊണ്ടുവരുന്നത് കുടിച്ചിരിക്കുമ്പോ പുള്ളി പോയിട്ട്, എടാ നീയൊക്കെയാണ് അഭിനയിച്ചെങ്കിലേ കത്തിരിക്കണോ പാലത്തിന്റെ അടിയിൽ നീയൊക്കെ അഭിനയിക്കായിരുന്നെങ്കിലേ കത്തിരിക്കട പാലത്തിന്റെ അടിയിൽ എടുക്കേണ്ട സോങ് ആണ് ഞങ്ങൾ നിങ്ങൾ ഒരു 3 പേര് ട്രൈ ചെയ്തിട്ടാണ് രാജുവിലേക്ക് എത്തുന്നത്. 3 ഒന്നുമല്ല, കുറെ പേര് 3 പേരത്താണ് മെയിൻ കഥാപാത്രങ്ങളുണ്ട്. പിന്നെ ജയസന്റെ അടുത്താണ് ആദ്യം പോണത്. പിന്നെ ജയസൂര്യ ഓക്കെ പറഞ്ഞ ആ ഗ്യാങ്ങിന് ജയസൂര്യാണ് ആദ്യം ഓക്കെ പറഞ്ഞത്. പിന്നെ രാജു തന്നെയാണ് പിന്നെ ഇന്ദ്രജിത്തിന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞത്. പിന്നെ ആസിഫ് അലി ആക്ച്വലി ആസിഫ് അലി ആ പടത്തിൽ നമ്മൾ ആദ്യം പറയുമ്പോൾ തന്നെ ഈ 3 പേരിൽ ഒരാൾ ആസിഫ് അലി എന്ന് പറയുന്നൊരു ഇതിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ക്ലാസ്മേറ്റ്സ് ടീം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചാൽ അതിനൊരു അട്രാക്ഷൻ വരും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആസിഫ്, പക്ഷേ ആസിഫിൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ടാണ് മറ്റേ ഗസ്റ്റ് ക്യാരക്ടർ ആസിഫ് ചെയ്തത്. ആസിഫിന് ആ ഈഗോ ഇല്ലായ്മ എന്ന് പറയുന്ന സാധനം നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തതാണ്. കാരണം വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിൽ അതിലെ മെയിൻ ലീഡ് ക്യാരക്ടേഴ്സിൽ വെച്ചിട്ട് കഥ പോലും കേൾക്കേണ്ട നിങ്ങളുടെ പ്രോജക്റ്റ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ ആളാണ്. ആസിഫ് കടുത്ത് കഥ പറയുമ്പോൾ അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു കേട്ടോ. കാരണം ആസിഫ് കട കൂടെ ഇതിൽ അസുരവിത്ത് എന്ന് പറഞ്ഞ പടത്തിലൊക്കെ ഞാനൊക്കെ 8 കൂട്ടുകാരിൽ ഒരാളായിട്ട് ബാക്കിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഈടുത്താനാ ഞാൻ പറഞ്ഞ
അപ്പോൾ അതേപോലെ ബിബിൻ ആസിഫിക്ക ആദ്യമായിട്ട് ഈ കളിയും ചിരിയും എന്ന് പറഞ്ഞതില് ആദ്യത്തെ പടം ഇറങ്ങിയതിന് സമയത്ത് ഗസ്റ്റായിട്ട് വരുന്ന സമയത്ത് ആ പ്രോഗ്രാമിൽ വരുമ്പോൾ ബിബിൻ അതിൻ്റെ റൈറ്ററായിട്ട് അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ സിനിമ എഴുതിയിട്ട് അതുമായിട്ട് കഥ പറയാൻ വന്നെന്ന് പറയുന്നത് പുള്ളിക്ക് അതിൽ നമ്മളോടുള്ള ഒരു സ്നേഹവും ഇതും പുള്ളി കാണിക്കുമ്പോൾ നമുക്കറിയാലോ. അപ്പം നമുക്ക് മനസ്സ് നിറഞ്ഞ മൊമെൻ്റ് പുള്ളിയുടെ കഥ പറയാൻ പോയത് തന്നെ. അപ്പോൾ ചെറിയ വേഷമാണെങ്കിൽ പോലും പുള്ളി അത് വന്ന് അതെ, കാരണം ഈഗോയില്ലായ്മ എന്ന് പറയുന്ന സാധനം അത് വേറെ എനിക്ക് തോന്നുന്ന ആരാണെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് മറ്റു വേഷം ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയിട്ട് ലീഡ് പറഞ്ഞിട്ട് മാറ്റുന്ന അത് അതുകൊണ്ടൊക്കെയാണ് അവർ ഈ പറയുന്ന പൊസിഷനിൽ എത്തുന്നത്. കാരണം ഒരു പ്രാധാന്യമുള്ള വേഷങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുള്ളൂ എന്നൊക്കെ വാശി പിടിക്കുന്നത്. അങ്ങനെ ആരും എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും. ക്യാരക്ടറിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അന്ന് തന്നെ പൃഥ്വിരാജ് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴും രാജു കേട്ട് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് പറഞ്ഞ ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. ക്രൗൺ ക്ലാസ്സിലാണ്, ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഇല്ല. അപ്പോൾ തന്നെ ഞാൻ ഇവനെ നോക്കി. അപ്പം ഞാൻ സംഭവിക്കാൻ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അപ്പം ഞാൻ എൻ്റെ ജഡ്ജ്മെൻ്റ് എങ്ങനെ ഉണ്ടെന്നുള്ള നാട്ടിൽ ഇവനെ നോക്കി. അപ്പോഴേക്കാണ് അവിടുന്ന് അടുത്ത ഓഡിയോ, പക്ഷെ ഞാൻ ഈ സിനിമ ചെയ്ത് ഒരു ഓടുന്ന സിനിമയായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്. ഇതൊരു ഫെസ്റ്റിവൽ പടമാണെന്ന് പറഞ്ഞു പുള്ളി. പുള്ളി ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല ഹ്യൂമർ റോള് എനിക്ക് തോന്നിയിട്ടുള്ള അതൊരുപാട് നമ്മൾ എനിക്കൊരു വലിയ കാലം ഞാനൊക്കെ തിയേറ്ററിൽ ഇത് ചിരിച്ചിട്ട് നമ്മളിങ്ങനെ തെന്നു സ്ലിപ്പാവും. എന്റെ ഓർമ്മയിൽ ഞാൻ തെങ്കാശിപ്പെട്ടൊക്കെയാണ് അങ്ങനെ സ്ലിപ്പായിട്ട്. പിന്നെ ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചിരിച്ചിരിങ്ങനെ തെന്നി താഴേക്ക് വീണത് ശരിക്കും അമറക്കുറത്തോട് ഭയങ്കര ഹോളായി. തിയേറ്ററിൽ ആ ചിരി ഭയങ്കര രസമാണ്. പൊട്ടി 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 ഇങ്ങനെ സ്റ്റെപ്പായിട്ട് അടുത്തത് അതിങ്ങനെ നിർത്തത്തില്ലല്ലോ, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെ വന്ന് അത് വലിയൊരു എക്സ്പീരിയൻസ്. അമറക്കുറത്ത് ഭയങ്കര ഗ്രാൻഡ് എക്സ്പീരിയൻസ്. അതുപോലെയൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഹ്യൂമറിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്, ഇതൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് മാജിക് മഷ്റൂംസ്. അങ്ങനെ ശരിക്കും അതേ ഫീലിൽ നമുക്ക് തിരിച്ച് കിട്ടുന്ന തരത്തിൽ തീർച്ചയായിട്ടും ഞങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന എന്ത് സിനിമ അത് കാണാം. ശരിക്കും ഒരു ഫൺ കോമഡി എന്റർടൈനറാണ് വിഷ്ണു നാദുഷാക്ക കോംബോയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് നിങ്ങൾ അതിനകത്ത് ഒരുക്കി വെച്ചേക്കുന്നത്. നമ്മൾ ഒരു ഓഡിയൻസ് സ്ഥാനത്ത് നിന്നിട്ട് ഇപ്പം സംവിധായകൻ ആക്ടർ എന്ന് പറയുന്ന ഹീറോ എന്ന് പറയുന്ന സ്ഥാനത്തല്ലെങ്കിലും ഞങ്ങൾ നമ്മളുടെ സ്വന്തം പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്ക് നമ്മുടെ ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഇത് വർക്കായോ ഇല്ലേ, ഇത് എന്നിട്ടാണ് അത് വർക്കായില്ല എന്ന് തോന്നിയാലാണ് നമ്മൾ നിഷ്കരണം വെട്ടി ദൂരെ കളഞ്ഞിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കുന്നത്. അത് വർക്കായില്ലെങ്കിൽ നമുക്കറിയാം വർക്കായിട്ടില്ല എന്ന് തന്നെ. നമ്മൾ അതിനൊരു കോൺഫിഡൻസോടുകൂടി വന്നു വരുന്നത് നമ്മൾ സംസാരിക്കുകയേ പോലുമില്ല. പക്ഷേ ഇതിന് ദൈവാനുഗ്രഹിച്ചിട്ട് ഓഡിയൻ്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഓക്കെയാണ്, വർക്കാവാൻ സാധ്യതയുണ്ട്. സാധാരണ ഒരു മാനസികാവസ്ഥയിലുള്ള പ്രേക്ഷകന്, കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. പിന്നെ അസാധാരണമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടിയാലാണ് ഞങ്ങൾ തൃപ്തരാകുമെന്ന് പറയുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നും വരാം, അതും പറയാൻ പറ്റില്ല. ക്ലീനാണ് ഇതിനകത്ത്. ഫാമിലിയായിട്ട് വന്നിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയലോഗിൽ പോലും നമ്മൾ ഒരു മോശം സാധനങ്ങളാണ്. നമുക്ക് നമ്മളുടെ വീട്ടിലുള്ളവരായിട്ട് പോയിരുന്ന് ധൈര്യമായിട്ട് കാണാൻ പറ്റുന്നൊരു സിനിമ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ സിനിമകളിൽ അതുണ്ട്. ഫൺ ഫാമിലി എന്റർടൈനർ അങ്ങനെയൊക്കെ പറയാം. നിങ്ങൾ രണ്ടുപേരും മറ്റേ റൈറ്റിംഗ് ഡയറക്ടർ കോംബോയിൽ ഒന്നും പിന്നീട് എന്താ പ്ലാൻ ചെയ്തത്? ഇങ്ങനെ പ്ലാൻ ചെയ്യാണ്ടല്ല, അത് നടന്നിട്ടില്ല. അത് ഇനിയിപ്പോ ഭയങ്കര കുറച്ചും കൂടി ഈ ഇതിന്റെ ഭാരവും കൂടി ഉണ്ടല്ലോ ഞങ്ങൾക്ക്, അതിന്റെ മുകളിൽ നിൽക്കണം. അത്ര വലിയ പ്രൊജക്റ്റ് ആവും അങ്ങനെയൊക്കെ ഉള്ളത്. ഇത് ഓണം ഇപ്പോഴും എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചത് അതാണ്. കാരണം നിങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നത്. അത് അതിനനുസരിച്ചിട്ടുള്ള ഹ്യൂമർ കാര്യങ്ങളും അല്ലെങ്കിൽ ക്വാളിറ്റി ഇതൊക്കെ വേണം എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അതൊക്കെ ചെയ്തു തരാൻ പറ്റുന്നൊരു പ്രൊഡ്യൂസറുണ്ട്, അഷ്റഫ് ഇലാഖൽ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സാധാരണക്കാരൻ. അദ്ദേഹം ഒരു ആർട്ട് അസിസ്റ്റൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം തുടങ്ങി. കുഞ്ഞു വേഷങ്ങളിൽ പോയി തല കാണിക്കണ പണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബോസ് ഞങ്ങളങ്ങോട്ട് ബോസ് എന്നെ ഓർമ്മയുണ്ട്. ഞാൻ പറയില്ല, ഷാർജ ടു ഷാർജയിൽ ജയറാമേട്ടൻ്റെ ബൈക്കിൻ്റെ ബാക്കിൽ കയറി ബോസ് പറഞ്ഞൊരു സീനുണ്ട് ഒരു ഹീറോ ഹോണ്ടയിൽ. ഞാൻ ആലപ്പുഴ വെച്ച് ഷൂട്ട് ചെയ്താൽ ആ ഹീറോ ഹോണ്ട തുടച്ച് വൃത്തിയാക്കി ബോസിൻ്റെ കയ്യിൽ കൊണ്ടുവന്നത് ഞാനാ. ആർട്ടിൽ വർക്ക് ചെയ്യണത്. അപ്പോൾ അത് തൊട്ട് എല്ലാത്തിലും വന്ന ഒരു മനുഷ്യൻ, പാവ മനുഷ്യൻ. മറ്റേ ടെക്നീഷ്യൻസിനും അവിടുത്തെ എല്ലാവർക്കും യൂണിറ്റുള്ളവർക്ക് വരെ 10 ദിവസത്തെ ബാറ്റ അഡ്വാൻസ് ചെയ്ത് പോയി ഫിലിം. അതായത് പടം തീർന്നത് മൊത്തം 50 ദിവസം ഉണ്ടാകും.
40 ദിവസമായപ്പോൾ തന്നെ 50 ദിവസത്തിൻ്റെ പൈസ, അതായത് ആദ്യത്തെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ 10 ദിവസത്തെ പൈസ കൊടുത്തു. അങ്ങനെ അഡ്വാൻസ് പേയ്മെൻ്റ് ആയിരുന്നു. അതൊക്കെ സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഇൻഡസ്ട്രി മൊത്തം അറിയാവുന്ന കേസാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ, പിന്നെ ഒരു പുതിയ റൈറ്റർ, പിന്നെ ഈ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയത് പിന്നെ നമ്മളുടെ നല്ലൊരു DOP സുജിത്ത് എമ്പുരാൻ, ലൂസിഫർ പോലുള്ള പടങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സുജിത്ത് ഈ പടത്തിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഉണ്ട്. അമർ അക്ബർ കഴിഞ്ഞിട്ട് സുജിത്താണ് വന്നത്. പിന്നെ എഡിറ്റർ ജോൺ കുട്ടി, അതൊക്കെ നമ്മുടെ സുഹൃത്ത് കളയാണ്. പിന്നെ മ്യൂസിക് ഞാനായത്, കാരണം അത് വേറെ ഒന്നുമല്ല, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് പുതിയതായിട്ട് കമ്പോസ് ചെയ്യാൻ ഒരാളെ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പോയി നിന്നിട്ട് നമ്മളിങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് തന്നെ അറിയാം, ഇത് ഇതിൻ്റെ ട്യൂൺ വേണമെന്നുള്ളത്. അത് അമർ അക്ബർ തോണിയിൽ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ തായ്ലൻഡിൽ ഷൂട്ടിങ്ങിന് പോയപ്പോഴേ ഞാൻ പറഞ്ഞ് നമുക്ക് വേണ്ട പാട്ട് എന്ന് പറയുന്നത്, അപ്പോൾ സുജിത്താണ് വണ്ടിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് വരുമ്പോൾ സുജിത്ത് ഈ വണ്ടിയുടെ മുകളിലിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു പാറ്റേണിലെ പാട്ട്. അപ്പോൾ സുജിത്ത് ഇങ്ങനത്തെ പാറ്റേണല്ലേ ഇങ്ങനത്തെ ഈ പാട്ടുണ്ട്, നിങ്ങൾ റെക്കോർഡ് ചെയ്യും. അങ്ങനെ അത് റെക്കോർഡ് ചെയ്ത് എഴുതാൻ ആരാന്ന് വെച്ചാൽ അയച്ചു കൊടുത്ത് വിളിച്ച് പറഞ്ഞ് അങ്ങനെ പാട്ട് ചെയ്തേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റൈറ്റേഴ്സ് ഇങ്ങനെയുള്ള പിന്നെ പ്രേമം എന്നാലെന്താണ് വേണം അതൊക്കെ ചെയ്ത് അത് രണ്ടും കഴിഞ്ഞു. ഇതിപ്പോൾ ബിജിപാലാണ് ഇതിൻ്റെ റീറെക്കോർഡിങ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ കൊച്ചിൻ്റെ പാട്ട് വന്നപ്പോൾ ഇവരുടെ മനസ്സിലാവും ആ സീക്വൻസ് ഭയങ്കര ഇമോഷണലി പിന്നെ എടുത്ത് നിൽക്ക അതൊരു മ്യൂസിക് ഡയറക്ടറെ കൊണ്ട് ഞാനിത് ആ പാട്ടിക്ക ചെയ്യണ്ട, അത് നമുക്കൊരു മ്യൂസിക് ഡയറക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പോൾ എന്നെ അംഗീകരിച്ചിട്ടില്ലേ മ്യൂസിക് ഡയറക്ടർ വെറുതെ ആ പാട്ട് അതിന് മുമ്പ് ചെയ്തു ഇല്ല എന്നോ ഞാൻ എൻ്റെ മുറ്റത്ത് അതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഞാനും വിചാരിച്ചിട്ടാ ശരിയാണ് കൈ വെക്കണ്ട അങ്ങനെ അല്ല. എന്നിട്ട് ഞാനത് വീട്ടിൽ നിന്നപ്പോൾ ബിജിയുടെ അടുത്തൊരു റെഫറൻസ് പറയണ്ടേ, ബിജുപാലിൻ്റെ അടുത്ത്. അതിന് പോകാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഒരു ചെറിയ കുട്ടി പാടുന്ന പാട്ട്, ആ പാട്ടിന് വളരെ സിമ്പിളായിട്ടുള്ള ട്യൂൺ വേണം, ഒരു കോംപ്ലിക്കേഷനും പാടില്ല. ഇങ്ങനെ വെറുതെ മൂളി നോക്കി ഇങ്ങനത്തെ പാട്ട് മതി എന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മോള് ചെറുതാണ്, മൂത്തോള്, അവൾ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് എന്തോ റെഡിയാകുന്നു. അതിനിടയിലാണ് ഞാൻ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന സമയത്ത് ഈ ട്യൂൺ അവൾ മൂളിക്കൊണ്ട് കിടക്കുന്നുണ്ട്. വിജയിച്ച് വർക്കായി. അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ കട്ടപ്പനയിൽ റിസർവേഷൻ ചെയ്ത സമയത്തും ഇവർ പറഞ്ഞു മറ്റേ പാട്ടുകളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് മറ്റത് മെലഡിയാണ് അതൊക്കെ ചെയ്യേണ്ടത് സംഭവിക്കുക. അപ്പോൾ എൻ്റെ മ്യൂസിക് ഡയറക്ടറൊക്കെ ഇങ്ങനെ വലിച്ചു അതല്ല ഇത് വേറെ ആരാണ്ടൊക്കെ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളാണ് ഇക്കയിലെ മ്യൂസിക് ഡയറക്ടറെ വളർത്തിയത് പറഞ്ഞത്. അല്ല ഇവര് ഞങ്ങൾ അത് കഴിഞ്ഞ് എഴുതിയ പടം യമണ്ടം പ്രേമാതായാലും മ്യൂസിക് ചെയ്തേക്കണ അതിനകത്ത് വേറെ ആരെങ്കിലും വിളിച്ച് ചെയ്യിപ്പിക്കും തോന്നട്ടോ. എന്നിട്ട് അതിനകത്ത് ഈ ഇതിന്റെ പാട്ടുണ്ട് മ്യൂസിക് ഡയറക്ടർ അല്ല അതിനകത്ത് ഈ പറഞ്ഞ ചരിത്രങ്ങൾ പറയുന്ന സമയത്ത് ഏതൊരാളുടെ അടുത്ത് ഇതുപോലെ ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രാധാകൃഷ്ണയുടെ പാട്ടുകളാണ് നിങ്ങളുടെ പാട്ടുകൾക്ക് ഒരു പാരഡി ടച്ച് ഉണ്ട് മൊത്തത്തിൽ. അപ്പോൾ അതിനകത്ത് പക്ഷെ മറ്റേ പാട്ടല്ല പാട്ട് എന്നോ ഞാൻ എൻ്റെ മുറ്റത്ത് അത് ബിജിപാല ചെയ്തല്ലേ, ഞാൻ പറഞ്ഞല്ല ഞാൻ ചെയ്താണ് ഇത് എന്നോ ഞാനത് അതാ സിനിമയിൽ. അപ്പോൾ ബിജിപാല ഞാൻ പറഞ്ഞു ബിജിപാല റീ റെക്കോർഡിംഗ് ആയിരുന്നു, ആ പാട്ട് നിങ്ങൾ ചെയ്താണോ? ഞാൻ പറയാതെ പക്ഷെ അത് നല്ല പാട്ടാണ്. അല്ല ഐക്കേക്ക് സത്യത്തിൽ എന്താവാനായിരുന്നു ആഗ്രഹം? അതായത് ഒരു പാട്ടുകാരൻ എന്നതിലോ എന്തെങ്കിലും കാണുമെന്നുള്ള ആഗ്രഹമായിരുന്നു, അതുകൊണ്ടാണ്. അല്ലാണ്ട് എന്താ ബാക്കിയുള്ളത്? പ്രൊഡ്യൂസർ മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്തല്ലോ കട്ടപ്പനയിൽ റിസർവേഷന് അതിന്റെ പ്രൊഡക്ഷനിലുണ്ട്, ഈ പടത്തില് പ്രൊഡക്ഷൻ സൈഡിലുണ്ട്, ഇതിലും മോള് പാടിയിട്ടുണ്ടോ? മോള് പാടിയിട്ടുണ്ട്. പിന്നെ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ശങ്കർ മഹാദേവൻ, ശ്രേയ ഘോഷൽ, അനാൻഷ, ചിത്ര ചേച്ചി, വിനീത് ശ്രീനിവാസൻ, റിമി ടോമി, രജനി ജോസ്, എൻ്റെ മോള്, ജാസി ഗിഫ്റ്റ്, ഇത്രയും പേര് പാടിയിട്ടുണ്ട്. ഖദീജ നാദർ. ആ പാട്ട് ശരിക്കും റിലീസ് ചെയ്തു. നാളെ റിലീസ് ചെയ്യും. എപ്പിസോഡിൻ്റെ ഒപ്പം
എപ്പിസോഡിനൊപ്പം ആലോചിച്ച പാട്ടിന്റെ ടൈറ്റിൽ എന്താണ്? എന്നും അത് മറ്റേത് കുഞ്ഞാന്തുമ്പി കുഞ്ഞാന്തുമ്പി കുറുവാൾ തുമ്പി കൂടി കൂടിയ കാലം. അത് ഈ പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും കൊണ്ട് പാടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അയക്കുന്ന സമയത്ത് എൻ്റെ വൈഫാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, വീട്ടിലൊരു പാട്ടുകാരി ഉണ്ട്, വെറുതെ പരീക്ഷിച്ച് നോക്കും. ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ മറ്റേ പാട്ട് പാടിയിട്ടുണ്ട്. അല്ല അത് മൂത്താണെങ്കിൽ ആളല്ല അത് മൂത്താളായിരുന്നു, ഇതളേതാള്. അപ്പോൾ പക്ഷെ സിനിമയിൽ പാടിയതിന് ശേഷമാണ് അവള് മ്യൂസിക് പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹിന്ദുസ്ഥാനി പഠിക്കാൻ വേണ്ടി ടീച്ചറുടെ അടുത്ത് പോകുന്നുണ്ട്. കാരണം കുട്ടികളുടെ മനസ്സിൽ അതൊരു കോൺഫിഡൻസ് ആണ്. ആ സിനിമയിൽ പാടിക്കഴിഞ്ഞപ്പോൾ പാടാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടെത്തുക എന്ന് പറയുന്നത്. നമ്മൾ പലരെ പുറത്തുള്ള ഒരുപാട് പേരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ വീട്ടിൽ അതോടുകൂടി ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മൾ മറന്നുപോയി. ശരിക്കും പല കലാകാരന്മാർക്കും പറ്റുന്നതാണ്. എനിക്ക് മാത്രമല്ല, ചിലപ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർ പലരും അതിനേക്കാൾ കഴിവുള്ള ആൾക്കാരുണ്ടാവാം. പക്ഷെ നമുക്ക് അവർക്ക് ചാൻസ് കൊടുക്കാൻ ഒരു മടി ഉണ്ടാവും. കുട്ടികളൊന്ന് പാടിപ്പിച്ച് പോകാൻ കുഴപ്പമില്ല. ദിലീപ് വരെ പാടി. ദിലീപിൻ്റെ അടുത്ത് പറയാറുണ്ട്. ദിലീപ് പാട്ടുകാരനല്ല. പണ്ട് ഞങ്ങൾ മിമിക്രിക്ക് മറ്റേ പാട്ടല്ലേ കണ്ടാൽ ഞാനൊരു, പക്ഷെ പാടി പാട്ടുകളൊക്കെ ഹിറ്റാ. കണ്ടാൽ ഞാനൊരു സുന്ദരന, പിന്നെ വേറെ നാരങ്ങമിഠായി അതൊക്കെ കേശുവിലെ പാട്ട്, പിന്നെ സാറേ സാറേ സാമ്പാറേ, ഇതൊക്കെ പാട്ട്. പണ്ട് മിമിക്രിക്ക് പോകുന്ന സമയത്ത് ഈ മിമിക്സ് ഗാനങ്ങളില്ലേ, ഇൻസ്ട്രുമെന്റ്സ് കംപ്ലീറ്റ് തൊണ്ടകണ്ട് ചെയ്തിട്ട് പാട്ട്. അതിൽ കോളേജ് പരിപാടിക്കൊക്കെ ഇവൻ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മൈക്കിൻ്റെ ബാക്കിൽ ഇവന് നിൽക്കും. ശബ്ദം ഇവനും ചെയ്യേണ്ടത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് എന്നിട്ട് സൗണ്ട് എഞ്ചിനീയറിൻ്റെ അടുത്ത് പറഞ്ഞു, ഓൺ ചെയ്ത കൈയും കാര്യം അത് ഇവനും അറിയാം. അതിന്റെ കോൺഫിഡൻസിൽ നിൽക്കണല്ലേ. ഞാൻ പറയാം അവൻ്റെ മൈക്ക് ഓഫ് ചെയ്തേക്കണം. ഞാൻ നിലവിൽ ഒച്ച എടാ അത് ഓഫായിരിക്കില്ല. പിന്നെ ഞാൻ അങ്ങനെ നിന്ന ഒരാൾ സിനിമയിൽ പാടി. അപ്പം ഞാനൊക്കെ സിനിമയിൽ പാടുന്നതിന് മുമ്പ് അവൻ പാടി പാട്ട് ഹിറ്റായിരുന്നു. നമ്മൾ സിനിമ പാടി സാറേ സാറേ സാമ്പാറേ പാടി. അതെന്ന് ഞാൻ പറയണം, നമ്മൾ വിചാരിക്കുന്നിടത്തല്ല. അതൊക്കെ ദൈവം വേറെ 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 ലെവലിലേക്ക്. IAS എക്സാമിന്റെ തലേദിവസത്തേക്ക് ഫ്ലൂ വീഡിയോ IAS നഷ്ടപ്പെട്ട്. വിഷ്ണുവിന്റെ ഇതിനകത്ത് കോംബോ മറ്റേ അബിൻ ആണ് ത്രൂട്ടുണ്ടോ? നിങ്ങൾ കോംബോ അത് അങ്ങനെ ഒരു കോംബോ ഉണ്ടോ നിങ്ങൾ തമ്മിൽ? അബിൻ, അതുപോലെ ഷമീർ, നമ്മുടെ ചൂരല്ലേ, അശോചേട്ടൻ ഒരു ആശാനായിട്ടാണ് മറ്റേ നാടകമൊക്കെ ചെയ്യണ ക്യാരക്ടറാണ്. അതാണ് പുള്ളിയുടെ ഒരു അറ്റയറും ഒക്കെ. അങ്ങനെ ബോബി കുര്യൻ, ജാഫർ ഖാ, നല്ല സിദ്ധാർത്ഥ് ഭരതനുണ്ട്. സിദ്ധു ഒക്കെ ഹ്യൂമർ ആട്ടോ ഇതേക്കണതില്. ആള് മറ്റേ സൂക്ഷ്മദർശിനി വേറൊരു ഫൺ സാധനമുണ്ട്. ട്രെയിലർ കാണുമ്പോ തന്നെ കുറെ കാസ്റ്റ് സൂക്ഷ്മദർശിനി. പിന്നെ മറ്റേ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട അൽത്താഫ് ഉണ്ട്. പിന്നെ മറ്റേ മീനാക്ഷി, അവള് 18+ അല്ലേ? പിന്നെ നമ്മുടെ ഹീറോയിൻ അക്ഷയ ഉദയകുമാർ. ആ കുട്ടി, ഞാനിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഈ ഇന്റർവ്യൂവിൽ നമ്മൾ സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അറിയാവുന്നതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരാളെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന കഴിവുള്ള കുട്ടിയാണ്. നിങ്ങൾ ഫ്യൂച്ചർ നിങ്ങളൊരു പടം നിങ്ങളോട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? നിങ്ങൾ റൈറ്റിംഗ് ഡയറക്ടർ കോമ്പോയിൽ ഒരു പടം കൂടെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? പുറകടക്കണ്ട് എഴുതി തരാൻ പറഞ്ഞു. എവിടെ നടക്കണം ഇവര് ആക്ടിങ്ങിൽ പോയി തിരക്കിലായോ? രണ്ടുപേരും മറ്റേ ഒരാള് വേറെ പടങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന രണ്ടുപേരും ഹീറോ കോമ്പറ്റീഷൻ നിർത്തിയല്ലേ? വേറെ 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 മത്സരിച്ച്. ബിബിംബോ പിന്നെ ഈ സമയം ഫ്രീ കിട്ടിയപ്പോ മനോരമയിലേക്കും പോകണ്ടേ? അതുകൊണ്ട് ഞങ്ങൾ കളിയാക്കിട്ടില്ല. അടിച്ചല്ല ബമ്പർ വിട്ടുള്ളൂ. അപ്പൊ ഇവര് രണ്ടുപേരോട് ഒരുമിച്ച് കാണുന്നത് എനിക്കാണ് ആരെങ്കിലും കൂട്ടുകാരെ കല്യാണത്തിന് മാത്രമേ ഉള്ളൂ. അല്ലേ? അങ്ങനെയല്ല. സാധാരണ ഡയറക്ടർമാരൊക്കെ കുറെ ഡയറക്ട് ചെയ്തിട്ട് റിസ്ക് ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി പ്രാക്ടിക്കലേക്ക് എല്ലാവരും തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്ക അഭിനയിച്ചു തുടങ്ങിയിട്ട് കുറെ കഴിഞ്ഞ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ് റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു. ഞാന് പുള്ളിനെ അഭിനയിപ്പിക്കാൻ വിളിക്കുന്ന ആൾക്കാർ റിസ്ക് എടുക്കരുത്. അത് അത്രയും റിസ്ക് മറ്റുള്ളവരോട് ചെയ്യിക്കണ്ടല്ലേ.
ശരിക്കും ഇത് ഭയങ്കര ഹെക്ടിക് വർക്കല്ലേ ഡയറക്ഷൻ, അഭിനയിക്കുന്നതിനേക്കാൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്റ്റേജ് ഷോയിൽ ഞാനിപ്പോൾ എനിക്കുള്ളൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ ഷോ, ലാലേട്ടൻ്റെ ഷോ, ജയറാമേട്ടൻ്റെ ഷോ, സുരേഷ് ഏട്ടൻ്റെ ഷോ, ദിലീപിൻ്റെ എല്ലാ സൂപ്പർ സ്റ്റാർസിൻ്റെയും സ്റ്റേജ് ഷോസ് ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ. അത്രയും പേര് വെച്ചിട്ട് പല പ്രോഗ്രാംസ് ഷോ ഡയറക്ടറായിട്ട് പോയിട്ടുണ്ട്. അതെല്ലാം സക്സസ് ആക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ബലമുണ്ട്. നമുക്ക് സ്റ്റേജിൽ വരുന്നുണ്ട് ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഐറ്റംസ് പോകണം, സ്പീഡ്, എഡിറ്റ് നടക്കത്തില്ല, എല്ലാം സ്പോട്ട് നടക്കണം. ഒരാൾ ലാഗ് അടിച്ച അത്ര അവിടെ നിന്ന് കൂല് വരും. അപ്പോൾ അവിടെ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ് സിനിമയിൽ എഡിറ്റിൽ പോലും. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ലാഗ് ആണ്, അത് ലാഗാണ് സീൻ, അത് തക്ക ആ സ്പീഡില്ലേ അത് തന്നിക്കുന്ന ഒരു ടെമ്പോ ഉള്ളിലുണ്ട്. എവിടെയെങ്കിലും നമുക്ക് അതുകൊണ്ട് ഒരു വലിച്ചിൽ സാധനം വരുമ്പോൾ കുഴപ്പം. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഈ സിനിമ 23-ാം തീയതി റിലീസ്, 18-ാം തീയതി എൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു മാളയിൽ. അത് കഴിഞ്ഞിട്ട് 23-ാം തീയതി കഴിഞ്ഞിട്ട് 24-ാം തീയതി ഒരു ഷോ വന്നാണ്. അത് കാരണം ഞാൻ പിടിച്ചില്ല. കാരണം 23 കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എവിടെയെങ്കിലും തിയേറ്ററുകളിലൊക്കെ വെച്ചിട്ട് 30-ാം തീയതി ഉണ്ട് പയ്യന്നൂർ ഷോ ഉണ്ട്. ഷോകള് ഉണ്ട്, പിന്നെ ഓസ്ട്രേലിയൻ ഷോസ്, അങ്ങനെ UK ഉണ്ട്. ഏതാ അങ്ങനത്തെ വലിയ ചെയ്യുന്നുണ്ടോ? അങ്ങനെ പണ്ട് സ്ഥിരമായി സൂപ്പർ സ്റ്റാർസ് അങ്ങനെ ഷോ ചെയ്യുമായിരുന്നു, ഇപ്പൊ അവർ ചെയ്യുന്നില്ല. ലാലേട്ടൻ്റെ ഷോ അല്ല, ഇപ്പോൾ അമ്മ ഷോ ചെയ്തത് നമ്മുടെ കുടുംബസംഘം ഉണ്ട് ഏപ്രിൽ 12-ാം തീയതി. ഫെബ്രുവരി 12-ാം തീയതി അമ്മ കുടുംബസംഘമുണ്ട്. ആ ഷോ ഡയറക്ടറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അത് മലയാള സിനിമയിൽ എല്ലാവരും ഉള്ളതല്ലേ ആ ഷോ. കഴിഞ്ഞ അമ്മയുടെ കുടുംബസംഘം ഞാനാണ് ഷോ ഡയറക്റ്റ് ചെയ്തത്. അത് സക്സസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണ വിളിച്ചത്. പക്ഷെ അതുകൊണ്ടൊരു പ്രശ്നം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ നേരത്ത് ആകെ ഒരു ഷോയ്ക്ക് 1 മണിക്കൂറൊക്കെ പാട്ട് ഗാനങ്ങളൊക്കെ ഉള്ളൂ. അത് ഇവരെ പോലുള്ളവരൊക്കെ പാടാൻ വേണ്ടി ചാൻസ് വെച്ചിരുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് കളയേണ്ടി വരില്ല. ഒഴിവാക്കാനുള്ളേ ഒഴിവാക്കുമ്പോൾ ഉള്ള ദേഷ്യമുണ്ട് ഇവർക്കൊക്കെ ഉള്ള. ഞാൻ പാടാറില്ല, ചിലപ്പോൾ പാടാൻ അല്ല, കണ്ടിന്യൂസ് ഷോ ചെയ്യുമ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞൊരു ഗ്യാപ്പ് വരില്ലേ? സിനിമയ്ക്ക് വേണ്ടി കഷ്ടിയൊരു കൊല്ലത്തെ അങ്ങനെയല്ല, സ്റ്റേജ് ഷോന് ഗ്യാപ്പ് വരുമ്പോഴാണ് സിനിമയാണ്. അങ്ങനെയാണല്ലേ തിരിച്ചാണല്ലേ? അല്ല, അങ്ങനെയല്ല. അത് സിനിമ നമുക്ക് ഒരു വർഷത്തിൽ ചിലപ്പോൾ ഒരെണ്ണം, പിന്നെ അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ 2 സിനിമ ചെയ്യാൻ ഭാഗ്യമുണ്ടെങ്കിൽ 2 സിനിമ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനുള്ള സ്ട്രഗിളിങ് ഉണ്ട്. അതെ, ഒരു സിനിമ ഒരു സ്ക്രീനിൽ എത്തണമെങ്കിൽ ഇത്ര സമയം, അതിൻ്റെ പ്രീ പ്രൊഡക്ഷനും പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് ഉള്ള ടൈമുണ്ട്. എല്ലാത്തിനും നമ്മൾ ഇൻവോൾവ് ആണെങ്കിലാണ് സക്സസ് ആവുള്ളൂ. പക്ഷെ സ്റ്റേജിൽ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ ടക്കെന്ന് പറഞ്ഞിട്ട് റിസൾട്ട് അറിയാം. നമ്മൾ സ്റ്റേജിലാണെങ്കിൽ ഒരു പാട്ട് ആദ്യത്തെ 5 ഐറ്റം മാത്രമേ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യുള്ളൂ. ആദ്യം ഡാൻസ് കഴിഞ്ഞിട്ട് ഇന്ന ആൾ പാടും, അത് കഴിഞ്ഞിട്ട് ആ പാട്ട് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത് സ്പോട്ടിൽ ഡിസൈഡ് ചെയ്യണം. റെസ്പോൺസ് അനുസരിച്ചിട്ടാണ് അവിടെ ഓഡിയൻസിൻ്റെ മൈൻഡ് നോക്കിയിട്ട് അവരെങ്ങനെ ആസ്വദിക്കുന്ന, അവർ പാട്ട് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി കോമഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചീറ്റി പോകും. അപ്പോൾ അത് ജോണിനറിയാം. അല്ല, പരിപാടി തുടങ്ങിയിട്ടേ കുറച്ചാണ്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഓടണോ നിൽക്കണോ തീരുമാനിക്കുമല്ലോ. ഇപ്പൊ കുറച്ചുകൂടെ ഭേദമാണ്. അല്ല, ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ വൈബ്, ഭയങ്കര ആൾക്കാർ തുള്ളി നിൽക്കുന്ന ഒരു എനർജിയുടെ ഇടയിൽ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് നമ്മളെ കൊണ്ടുവന്നിട്ട് ഞാനൊരു കഥ പറഞ്ഞു തുടങ്ങുന്നിടത്ത് ആൾക്കാർ ഒന്ന് മാറി പോടാ പാട്ടുണ്ട്. അവിടെ ഇവൻ പറഞ്ഞിട്ടുണ്ട്, പിഷാരടി പറഞ്ഞിട്ടുണ്ട്, നിന്ന നിപ്പിൽ ഭൂമി പിളർന്ന് പോയെങ്കിൽ ആലോചിച്ച സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് സോനു നിഗത്തിന്റെ ഗാനമേള സ്റ്റേഡിയത്തില് ഫുൾ ആൾക്കാരെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് പിഷാരടി കയറി ഒരു ഐറ്റം കളിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത്. കാരണം സോനു നിഗം പാട്ട് മാത്രം ആ വൈബ് അത് ഭയങ്കര വേറെ എനർജിയില് നിൽക്കുന്ന ആൾക്കാർ. അത് തുള്ളാനും ഈ സാധനത്തിന് നമ്മളൊരു കഥ പറഞ്ഞോണ്ടല്ലേ, വേറെ അറ്റൻഷൻ വേണ്ട. ഒരു 2-3 മിനിറ്റെങ്കിലും ഇവര് ശ്രദ്ധിച്ചാലേ നമ്മൾ ഈ പറഞ്ഞു തുടങ്ങി കേറുള്ളൂ. അവർ തുള്ളി നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് കയറിയിട്ട് നമ്മളൊരു ഐറ്റം ഇപ്പോൾ അങ്ങനെയല്ല, എത്ര നിൽക്കുന്ന ഒരു സ്ഥലത്താണെങ്കിലും ഭയങ്കര ഫാസ്റ്റായിട്ട് ജനം എൻജോയ് ചെയ്ത് നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ സ്കിറ്റ് കൊണ്ടുപോയി കളിക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല തട്ടിട്ട്. ഇപ്പോൾ സ്കിറ്റ് സ്റ്റേജുകളിൽ വളരെ ഓഡിറ്റോറിയം പ്രോഗ്രാമിന് ലിമിറ്റഡ് ഓഡിയൻസ്, അവരൊരു ഡിസ്റ്റൻസ് ഉണ്ട്, ഐ ഡിസ്റ്റൻസ്.
ആ ഡിസ്റ്റൻസിൽ നിന്നിട്ട് കാണുന്ന തരത്തിലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ സ്കിറ്റുകൾ പുറത്തേക്ക് മറ്റേ Open stage. ഓപ്പൺ എയറിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിറ്റ് ചിലപ്പോൾ വർക്കാവും. സ്റ്റാൻഡപ്പ് തീരെ വർക്കാറുണ്ട്. നമ്മുടെ വർക്കാതിൽ നമുക്കറിയാം. ഞങ്ങള് ക്ലോസ്ഡ് സ്പേസ് മാത്രമേ പ്രിഫർ ചെയ്യാറുള്ളൂ. ഒരു 200, 100, 50 അത്രയും പേര് ആൾക്കാർ നമ്മളെ കാണാൻ ആ ഒരു ക്ലോസ്ഡ് ആയിട്ടിരുന്നാലും നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഭയങ്കര റിസ്ക്കുള്ള പരിപാടി. ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ ഇങ്ങനെ പുറത്തൊരു ഷോയ്ക്ക് പോയി. അപ്പോൾ ഞാൻ എന്നെ വിളിച്ചപ്പോൾ എന്നെ പറഞ്ഞു, ഈ ഓപ്പൺ സ്റ്റേജ് എനിക്ക് യാതൊരു ഉറപ്പില്ല, ഈ സാധനം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു പാട്ടിൻ്റെ ഇതിന് മുന്നേ കയറ്റി വിടണം, പാട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുള്ള പരിപാടിയിൽ തന്നെ ഇടരുതെന്ന് പറഞ്ഞു. ഫസ്റ്റ് തന്നെ കയറ്റി വിട്ടു. പിന്നെ എനിക്ക് ഈ ദുബായിലായിരുന്നുണ്ട്, ആൾക്കാർക്ക് മലയാളം കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷത്തിൻ്റെ എന്താണെന്ന് അറിയില്ല, അവിടെ ആ സാധനം വർക്കായി. എനിക്ക് ഓപ്പൺ സ്റ്റേജ് പരിപാടി നല്ല പേടിയാണ്. അല്ല, പ്ലേസ്മെന്റ് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ഒരു ഷോയൊക്കെ തുടങ്ങി ആദ്യത്തെ ഒരു 4-5 പാട്ട് നമ്മൾ മെലഡിയൊക്കെ പാടാം, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അതിനൊരു കയറ്റം കയറി കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് മനസ്സിലാക്കിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് കേട്ട് ഇല്ലുമിനാറ്റിയൊക്കെ പാടി നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മളവിടെ ചെന്നിട്ട് ഒരാൾ വന്നിട്ട് സന്യാസി പാട്ടുകാരനാണ്, നല്ല പാട്ടായിരിക്കും. നമ്മളൊക്കെ ഒരിക്കലും നമ്മളൊക്കെ ഒരു സമയത്ത് കൊണ്ടുപോയി അങ്ങേറ്റത്ത് വരുന്നത്. പക്ഷെ ആ പ്ലേസ്മെന്റ് സന്യാസിനെയൊക്കെ ആദ്യത്തെ ഒരു 4-5 പാട്ടിനിടയിൽ പോകണം. ഗംഭീരമായിട്ട് പാടുന്ന ഒരു സിംഗർ ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്ലേസ്മെന്റ് ആ സമയത്ത് കൊണ്ടുപോയിടാണ്ട് ഇതിൻ്റെ സ്ഥലത്ത് കൊണ്ട് ഒരു സിംഗറെ കൊണ്ടുപോയിട്ട് എഴുതണമെങ്കിൽ ആ സിംഗറെ നമ്മൾ നശിപ്പിക്കുന്നതിന് വലിയായിരിക്കും. അപ്പോൾ നമ്മുടെ പാട്ടുകാർക്ക് വലിയ സാധ്യതയെങ്കിലും നമുക്ക് സ്റ്റാൻഡപ്പ് കോമഡി അതുപോലും ഇല്ല. നമുക്ക് എവിടെ ഇട്ടാലും കണക്കാണ്. എന്നാലേ ആള് പറയും ഈ കട നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ അന്ന് ടേണിംഗ് പോയിന്റ് കൊടുത്ത് വീട്ടിൽ ഒഴിവായി പോയി. ഇവിടെ കോമ്പറ്റീഷൻ കുറഞ്ഞു. ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. കാരണം അവനെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ജോൺ അങ്ങ് വീട്ടിൽ പോയിരുന്നായിരുന്നു. ഈ സ്റ്റേജ് ഷോയുടെ ഗ്യാപ്പിൽ ചെയ്യുന്നത് മാജിക് മഷ്റൂമിന്റെ വർക്കിംഗ് ടൈം എത്രയായിരുന്നു ടോട്ടൽ? 40 days ഷൂട്ട് എന്ന് പറഞ്ഞു. നമുക്ക് പ്രതികൂല കാലാവസ്ഥ ഒരുപാടുണ്ട്. തൊടുപുഴ ഭാഗത്ത്, തൊടുപുഴ പിന്നെ ഈരാറ്റുപേട്ട ഒക്കെ മഴയുണ്ടായിരുന്നു. മഴ അപ്പോൾ ഈ ആരാണേ ആരാണേ ആ സോങ്ങൊക്കെ ഷൂട്ട് ചെയ്ത അമ്പലത്തിൽ ഫുൾ ഉത്സവം സെറ്റിട്ടൊക്കെയാണ്. ആ സെറ്റിട്ടൊക്കെ നല്ല കോസ്റ്റ് വന്നു. അങ്ങനെ സെറ്റിട്ടിട്ട് 3 ദിവസം മഴ പെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. 1000-ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകളും എല്ലാം വെച്ചിട്ടില്ല ചെയ്യുന്നത്. അത് നടക്കാതെ വന്ന് പിന്നെ ആ സെറ്റ് മൊത്തം പൊളിച്ച് നമ്മൾ പാലക്കാട് ഒറ്റപ്പാലത്ത് ഒരു അമ്പലത്തിൽ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും 53 ദിവസം ഷൂട്ടിങ്ങായി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 50 ദിവസമാണെങ്കിലും ഇത്രയും പ്രതികൂല കാലാവസ്ഥ, ശരിക്കും അനുകൂല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഒരു 42 ഒരു 10 ദിവസം പുറത്തേക്ക് കിട്ടിയത്. 53 ദിവസം. ഇതിന്റെ പ്രീ വർക്ക് അപ്പൊ എത്ര വരും? അത് ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത സമയമാണ് റഫ്ലി എത്ര നാളായിരിക്കും ഇതിന്റെ പുറകെ നടന്നത്, ഇതിന് മാത്രം പുറകെ നടന്നത്? എല്ലാം കൂടി കൂട്ടിയല്ല ഒരു 6 മാസമായിട്ടുണ്ടാവും. 6 മാസം. 6 ഞാൻ പറയട്ടെ, നമ്മള് പ്രീക്ക് സ്ക്രിപ്റ്റ് ഇതായിട്ട് ഇരിക്കുന്ന സമയത്തായിരുന്നു എന്റെ ബർത്ത്ഡേ. ആകാശക്കാന്ന് കേക്ക് മേടിച്ച് കുറിച്ചത് മാർച്ചിലൊക്കെ നമ്മള് ഇവിടെ ഇരിക്കുക, അബാമിലിരിക്കുവാണ്. 1 വർഷമായില്ലേ? 1 വർഷമാണ്. 1 ഇയറോളം വർക്കുണ്ട് ഒരു ഡയറക്ടർ എന്നുള്ള. ശരിക്കും നിങ്ങൾ ഈ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഡയറക്ഷനൊക്കെ എഴുത്തും മാറ്റി അഭിനയം മാത്രം നോക്കുന്നത്? അങ്ങനല്ല, ഡയറക്ഷന് വേണ്ടി ഇറങ്ങി എന്തായാലും മിനിമം 1 ഇയർ ഉറപ്പായിട്ടും അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ നമ്മൾ ഈ 1 വർഷത്തേക്ക് ഒരു ഡയറക്ടർ, അപ്പോൾ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല സംഭവം അല്ലെങ്കിൽ പറഞ്ഞാൽ 1 വർഷം ഒരാൾ കാത്തിരുന്ന് അവർ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന സിനിമകൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ആണ് ഒരു പേന പേപ്പർ എടുത്തിട്ട് പേനും പേപ്പറൊന്നും എടുക്കില്ല, സിനിമ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ഒറ്റ വാക്കിൽ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു പേനും പേപ്പർ എടുക്കാൻ ഒരു പ്രിപ്പറേഷൻ വേണ്ടേ? അതെ, അത് പോലും എടുക്കില്ല. ഓർമ്മ വരുന്നതാ. ഓക്കെ, അപ്പം നാളെ പടം റിലീസ് ആവുന്നു. പടം കഴിഞ്ഞ് ഞങ്ങൾ വിളിക്കാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഈ എല്ലാ ഷോയിലും ഞങ്ങൾ ഇത് ചെയ്യുന്നതിനാണ് ഞങ്ങൾ ചാൻസ് ചോദിക്കാൻ വേണ്ടി ഒരു പരിപാടി നടത്തുന്നത്. നമ്മളിങ്ങനെ അടുത്ത പടത്തിൽ നമ്മളെയും കൂടെ പരിഗണിച്ച്. അല്ല, ഞാൻ പറയണത് കഴിവുള്ള കഴിവുള്ള ആൾക്കാർ എവിടെയാണെങ്കിലും എങ്ങനെ മറച്ചു വെച്ചാലും വരും. അതിപ്പോൾ ആരൊക്കെ മൂടി വെച്ചാലും നമ്മൾ ഇല്ല അത് ഞാൻ പറയട്ടെ, വരണ്ടാവും വരും. അത് പണ്ട് ആരോ പറഞ്ഞ പോലെ 10,000 നെല്ലുണ്ടെങ്കിൽ 3 നിന്ന് വരും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഏത് രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നു എന്നുള്ള, ഏത് സ്ഥലത്ത് ഇപ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ
നമ്മൾ ജാഫറും ഒക്കെ ജാഫർ ഇടുക്കി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് വന്നപ്പോൾ അവനൊക്കെ പണ്ട് മിമിക്രിയിൽ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പൊന്നിക്ക ഞാനൊക്കെ ഇടുക്കിയിൽ കിടന്നിട്ട് അവിടെ നിന്നൊക്കെ ഒരു മിമിക്രിക്കാരൻ വന്ന് ഇവിടെ എറണാകുളത്ത് കളിക്കാന്നൊക്കെ പറയുന്നത് അറിയാമെന്ന് പറയുന്നത് എന്നെ വലിയ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. കഴിവുണ്ടായിട്ടല്ലേ എല്ലാ സ്ഥലത്തുനിന്ന് എന്തോരം സ്ഥലത്തുനിന്ന് പിള്ളേർ പല രാജ്യങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ നഞ്ചിയമ്മ വന്ന് പാടി ഹിറ്റായി അവാർഡ് വരെ കിട്ടി. അവർ വേറൊരു സ്ഥലത്തു നിന്ന് അവരെ അറിയപ്പെടാതെ ഒരു അമ്മ, അവർക്ക് അത് യോഗം. അങ്ങനെ വിളിക്കുന്നു വിചാരിച്ചാൽ ഞാൻ നമ്പർ ഉണ്ടായിട്ട് ഞാൻ വിളിച്ച് ശല്യപ്പെടുത്താത്ത ചാൻസ് ചോദിച്ചോട്ടോ. നിന്നിൽ നെല്ലില്ല. ഇക്കാർഡ് നമ്പർ എൻ്റെ കയ്യിൽ ഒരു 1.5-2 വർഷമായിട്ടുണ്ട്. ഇക്കാർഡ് നമ്പർ ഞാൻ പോഡ്കാസ്റ്റ് വിളിക്കാം. ഞങ്ങൾ പോഡ്കാസ്റ്റ് തുടങ്ങിയ കാലത്ത് നമുക്ക് ഗസ്റ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ വിളിക്കാറുണ്ടെങ്കിൽ വിളിക്കണം, എന്നെ വിളിക്കണം, ബുദ്ധിമുട്ടിക്കണം, ഇങ്ങനെ സമയം വരും വിളിക്കാൻ. അങ്ങനെ ഞാൻ മാജിക് മഷ്റൂം ഡേറ്റ് എടുത്തപ്പോൾ ഞാൻ ഇന്ന് ചോദിച്ചു നോക്കാം. മെസ്സേജ് അയച്ചു. അവിടെ നമ്മൾ ഈ പരിപാടി ഇതെത്തി ഞാൻ പറഞ്ഞ പടത്തിൻ്റെ റിലീസിനോടനുബന്ധിച്ചിട്ട് വരാം. കാരണം അല്ലാണ്ട് വെറുതെ മാറ്റർ ഒന്നുമില്ല. മാറ്റർ എന്താ പറയുന്നത്, പണ്ട് മിമിക്രിയിൽ ഒരു 9 ചെയ്ത സമയത്ത്. പക്ഷെ ആ കഥയൊക്കെ ഭയങ്കര രസമാണ്. ഞങ്ങൾക്ക് ശരിക്കും കൂടുതൽ അങ്ങനത്തെ കഥ നമ്മളിത് സിനിമയിൽ ഒതുക്കി അങ്ങ് നിർത്തിയതാണ്. നമുക്ക് വേറെ ദിവസം ഈ പഴയ കഥകൾക്കൊക്കെ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ഒരു 35 ഫോളോവേഴ്സിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. എല്ലാ കഥകളുമായിട്ട് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെനിക്ക് വേണ്ട. എനിക്കത് പറയാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ഓക്കെ. അപ്പൊ 2 ദിവസമായിട്ട് ഉറങ്ങാതെ ഓടി നടന്ന് പടം ക്ഷീണം നോക്കുന്നുണ്ടായിരിക്കും. താങ്ക് യു. അത്രയും കഷ്ടപ്പെട്ട് അല്ല, നിങ്ങളുടെ ഒരു നല്ലൊരു ഷോയിൽ നമുക്ക് നമ്മളുടെ സിനിമയ്ക്കും അത് ഗുണം ചെയ്യുന്നതാണ്. കാരണം 10 പേര് കാണുന്ന ഒരു ഷോയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അതിനൊരു പോസിറ്റീവ് ഫീല് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് എത്ര ടയർഡാണെങ്കിലും ഞാൻ പറഞ്ഞ അവരുടെ ഷോയ്ക്ക് പോകും. അത് ഇവനും പറഞ്ഞു അവന് നമുക്ക് പോയിട്ട് അത് ചെയ്യാം. ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ അറിയണമല്ലോ. മൈലേജ് എന്ന് പറയുന്ന സാധനമുണ്ട്. നിങ്ങളുടെ ഷോ നല്ലത് ആയതിൻ്റെ പേരിലാണ്. നിങ്ങൾ അതിൻ്റെ പിന്നിലുള്ള അധ്വാനവും നിങ്ങൾ ആ റീച്ച് ഉണ്ടാക്കിയെടുക്കാൻ വിട്ടുപാടും നമുക്കറിയാം. അപ്പോൾ ആ റീച്ചിനും പ്രതിഫലം കിട്ടട്ടെ എന്ന് സിനിമയിൽ അതുപോലെ മാജിക് മഷ്റൂം ഒരു മാജിക്കൽ ഹിറ്റായിട്ട് മാറട്ടെ. താങ്ക് യു. ബൈ ബൈ.